നമസ്കാരം. 2026 വർഷഫലം അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് ഈയൊരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെല്ലാവരും പല വീഡിയോകളും കാണുന്നതായിരിക്കും. എന്നാൽ എല്ലാത്തിലും കൂടുതലും നിങ്ങളുടെ ഗുണഫലങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, പലരും പറയാണ് രാജയോഗം വരുന്നുണ്ട്, അതുമാത്രമല്ല പല പല ഭാഗ്യങ്ങൾ വരുന്നുണ്ട്, നേട്ടങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ. എന്നാൽ തീർച്ചയായിട്ടും അതുപോലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കൂടുതലുമായി പ്രേക്ഷകർക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ദോഷങ്ങളാണ്. കാരണം സന്തോഷവും സുഖവും നല്ല അനുഭവങ്ങളും ജീവിതത്തിൽ വരട്ടെ, അത് വരുന്നത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടവും ജീവിതത്തിൽ വരാൻ ആഗ്രഹിക്കുന്നതും. എന്നാൽ അതിനോടൊപ്പം ദോഷങ്ങളോ ദുഃഖങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെതിരായിട്ട് നമുക്ക് ഒരു മുൻകരുതൽ എടുക്കുകയും പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈയൊരു വീഡിയോയിൽ നിങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ, ഒരു വർഷത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപ്പോൾ അനിഴം നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾക്ക് ഈ ഒരു വർഷത്തിൽ കൂടുതലും കാര്യതടസ്സങ്ങളാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളും ഗുണപരമായ അനുഭവങ്ങളും നേട്ടങ്ങളും എല്ലാം വന്നു ചേരും. അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പലരും പറയുന്ന ഗുണപരമായ അനുഭവങ്ങൾ വരുന്നതിനൊപ്പം തന്നെ ചില തടസ്സങ്ങളും വരാൻ സാധ്യതയുണ്ട്. തടസ്സങ്ങൾ വരുന്ന പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ നല്ല സമയമാണെന്നുണ്ടെങ്കിൽ ഈ പലരും പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ, ഗുണപരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വരികയും, എന്നാൽ ഇപ്പോൾ ദോഷമായ സമയം, അതായത് ഇപ്പോൾ നീചാവസ്ഥയിലിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ദശ അപഹാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദോഷങ്ങളായിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോയിലും പറയാറുള്ളത്, നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക, ഇപ്പോഴത്തെ സമയവും കൂടി നോക്കിയതിന് ശേഷം പരിഹാരം ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും പൂർണ്ണമായിട്ടും വീഡിയോ കാണുക. ഇതിൻ്റെ അവസാനം പരിഹാരങ്ങൾ പറയുന്നുണ്ട്. അതും കൂടി ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ ദോഷങ്ങളെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ കൂടുതലും കാണുന്നത് കാര്യതടസ്സങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ. ഇപ്പോൾ നിങ്ങളൊരു വിദ്യാർത്ഥിയാണെന്ന് വെച്ചോളൂ, വിദ്യാഭ്യാസപരമായ കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. നിങ്ങൾ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നു, അപ്പോൾ ജോലിയിൽ പ്രശ്നങ്ങൾ. നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലി ഇല്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴേക്കും അത് ചെയ്യാൻ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥ. ഇങ്ങനെ പലതരം പ്രശ്നങ്ങൾ നിങ്ങളെ പിന്തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധ വളരെയധികം പുലർത്തുക. ആരോഗ്യപരമായ വിഷയങ്ങളിൽ ചിലവുകൾ ഉണ്ടാകാൻ സാധ്യത, നിങ്ങൾ ചെക്കപ്പ് ചെയ്യുക, ഹോസ്പിറ്റൽ വാസം ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അതിനുവേണ്ടി ധനം ചിലവാക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. കൂടാതെ സ്ത്രീകളാണെന്നുണ്ടെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഈ ശാരീരിക ഭംഗി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ധനം ചിലവാക്കുന്നു, അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നു. അതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്, നല്ലത് തന്നെയാണ്, പിന്തുടരുന്നത് വളരെ നല്ലത്. എന്നാൽ ചിലവ് നോർമൽ ലൈഫിലുള്ളതിനേക്കാളും കൂടുതൽ ചിലവ് അവിടെ ഉണ്ടാകാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരിൽ നിന്നും അംഗീകാരം ലഭിക്കുവാനും ബഹുമാനം ലഭിക്കുവാനും സന്തോഷം ലഭിക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ നെഗറ്റീവായ അനുഭവങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. പലയിടത്തും നമ്മൾ അപമാനിക്കപ്പെടുകയും നിരാശപ്പെടുകയും മാനസികപരമായ വിഷമം ഉണ്ടാക്കുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അത് സുഹൃത്തുക്കൾക്കിടയിലായാലും ശരി, നമ്മുടെ ബന്ധുക്കൾക്കിടയിൽ, എന്തിന് നമ്മുടെ കുടുംബത്തിനുള്ളിൽ പോലും മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കുമെന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും അവർ നമ്മളെക്കുറിച്ച് കളിയാക്കുകയും നമുക്കൊരു വിലയില്ലാതെ ആകുകയും നമ്മൾ ഒരു നിരാശ ഉണ്ടാകുകയും ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ. അത് ആ ഒരു രീതിയിൽ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അതിൻ്റെ മാനസികപരമായ ദുഃഖം എന്താണെന്ന് അറിയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം പറയുന്ന പരിഹാരം എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നമുക്ക് സഞ്ചാരം ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോകണം, അല്ലെങ്കിൽ അവിടെ പോയി അത് കാണണം, അല്ലെങ്കിൽ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ അവസാനം നമ്മൾ ആഗ്രഹിക്കുന്ന ആ സന്തോഷം നമുക്ക് കിട്ടാതെ പോകുന്നു. നമുക്കൊരു വിജയത്തിലെത്താൻ പറ്റുന്നില്ല. അവിടെ ധനനഷ്ടം ഉണ്ടാകുന്നു, സമയനഷ്ടം ഉണ്ടാകുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ നേരിടേണ്ടി വരുന്നു. അപ്പോൾ യാത്രകളൊക്കെ ചെയ്യുന്നവർ ഒന്ന് സൂക്ഷിക്കുക. വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾക്കും ഇതുപോലെ തന്നെ അവിടെ പോയിട്ട് ധാരാളം ധനം സമ്പാദിക്കാം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് പഠിച്ച് രക്ഷപ്പെടാം, അല്ല അവിടെ പോയതിന് ശേഷം ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകും എന്നെല്ലാം കരുതിയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സൂക്ഷിക്കുക. വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. അധികാരികൾ, ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ, അവരിൽ നിന്നും നിങ്ങൾക്ക് ദോഷങ്ങളുണ്ട്. അത് നിങ്ങളൊരു ഗവൺമെൻറ് ജീവനക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള
വഴക്കുകൾ കേൾക്കാനോ അവർ നിങ്ങളെ അപമാനിക്കാനോ സാധ്യത കൂടുതലാണ്. പ്രൈവറ്റ് മേഖലയായാലും ഇത് തന്നെയാണ് അവസ്ഥ. ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ഒരു കടയിലെ സ്റ്റാഫാണെന്ന് വെച്ചോളൂ. അപ്പോൾ അവിടുത്തെ ഓണർ നിങ്ങളെ വഴക്ക് പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ വരുന്നു. വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അധ്യാപകർ വഴക്ക് പറയുന്നു, അപമാനിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിങ്ങൾക്കൊരു വീഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനം നിങ്ങൾക്ക് കിട്ടാതെ വരും. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കും അത് കിട്ടുമെന്നൊക്കെ, പക്ഷേ അത് കിട്ടാതെ വരുന്നൊരവസ്ഥയൊക്കെ കാണുന്നുണ്ട്. ധൈര്യം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എടുത്തുചാട്ടവും അതിനോടൊപ്പമുള്ള സംസാരമൊക്കെ. അപ്പോൾ നമുക്ക് എന്തും ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. എതിരെ നിൽക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുത്തുചാടി ഓരോ കാര്യങ്ങളും ചെയ്യുക. ഇല്ലെങ്കിൽ അതും നമ്മുടെ കുടുംബജീവിതത്തിലും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലും എല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഒരു അധികാരം അല്ലെങ്കിൽ നമ്മളൊരു അംഗീകാരം കുറഞ്ഞു വരുന്ന ഒരു വർഷം തന്നെയാണ്. സൂക്ഷിക്കുക. വിദ്യാർത്ഥികളാണ് കൂടുതലും സൂക്ഷിക്കേണ്ടത്. എല്ലാ ടീച്ചർമാർക്കും ഇഷ്ടമുള്ള വിദ്യാർത്ഥികളായിരിക്കും നല്ല രീതിയിൽ പഠിക്കും എന്നൊക്കെ പറയുന്നത്. എന്നാൽ മാർക്ക് വരുമ്പോൾ, പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ പിന്നിലോട്ട് പോകാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സംസാരം ഒന്ന് നിയന്ത്രിക്കുന്നതെല്ലാം വളരെ നല്ലത് തന്നെയായിരിക്കും. വീട്, വസ്തു ഇവയെല്ലാം വാങ്ങുന്ന വ്യക്തികൾ സൂക്ഷിക്കുക. പറ്റിക്കപ്പെടാതിരിക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾ വാങ്ങാനിപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ അത് നടക്കാതെ വരുന്നു. ചില സമയങ്ങളിൽ നിങ്ങളത് വിൽക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില കിട്ടാത്ത ഒരവസ്ഥയെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും. അത് മുഖാന്തരം ജീവിതം വളരെയധികം നിരാശപ്പെടുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായിട്ടും നിർത്തുന്നത് നല്ലതാണ്. വാഹന ലാഭം കാണുന്നുണ്ട്. വാഹനം വാങ്ങുവാനോ അല്ലെങ്കിൽ വാഹനത്തിൽ നിന്നുള്ള ലാഭം ഉണ്ടാകുവാനോ അതിലൂടെ ജോലിയിൽ നേട്ടമുണ്ടാകാനോ ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട്. എന്നിരുന്നാലും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമുക്ക് ലാഭം ഉണ്ടാകുമെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പാലിക്കുന്നതും നല്ലത് തന്നെയായിരിക്കും. വിവാഹ കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുന്നു. എങ്കിലും ഈ ഒരു വർഷം നടക്കാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിലും ചെറിയ തടസ്സങ്ങളുണ്ട്. അവയെല്ലാം വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. കുടുംബജീവിതത്തിൽ അതിന് പറഞ്ഞു, എടുത്തുചാട്ടം, ദേഷ്യം, പെട്ടെന്നുള്ള മറുപടി പറയുന്നത്, ഒരു കാര്യം ചിന്തിക്കാതെ പ്രവർത്തിക്കുക, ഇതെല്ലാം നമ്മുടെ സന്തോഷം ഇല്ലാതെയാക്കും. കുടുംബജീവിതത്തിലെ സന്തോഷം തന്നെയാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ എന്തെങ്കിലും നേടുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം നിലനിർന്നാൽ മാത്രമേ ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുമ്പോഴോ ഒരു സന്തോഷവും സമാധാനവും ജീവിതത്തിൽ വന്നു ചേരുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ടും ഓരോ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ കുടുംബജീവിതത്തിൽ ആ ഒരു സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. സ്ത്രീ ആയാലും ശരി, പുരുഷനായാലും ശരി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അവയും ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ജോലിയിലും അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. ഈ ഒരു സമയത്ത് വളരെ പ്രധാനമായിട്ട് മഹാദേവനെ പൂജിക്കുക, മഹാദേവൻ്റെ നാമം ജപിക്കുക, മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന്റെ സഹസ്രനാമമോ അഷ്ടോത്തരമോ അല്ലെങ്കിൽ ഭഗവാന്റെ പഞ്ചാക്ഷരം മന്ത്രം ഓം നമഃ ശിവായ തന്നെ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്ത് ബുദ്ധിമുട്ട് വന്നാലും മഹാദേവനെ വിട്ടുകളയരുത്. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ഒരുപാട് ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾ ഈ പരിഹാരം ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ജാതകത്തിലെ സമയം ഇപ്പോൾ വളരെ മോശമായിരിക്കും. അപ്പോൾ ജാതകത്തിൽ എന്താണ് ദശ, അപഹാരം ഇതെല്ലാം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം കൂടി ഒന്ന് ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വരുന്ന ദോഷങ്ങളുടെ, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദോഷങ്ങളുടെ ഒരു 50% അത് മാറ്റുവാൻ സാധിക്കും. അതിനോടൊപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ വീഡിയോയിൽ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അതിനോടൊപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്, ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, മാസം തോറും എല്ലാ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും പൂജ നടക്കാറുണ്ട്. ആ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തി ഒന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു മാറ്റം നമ്മളുടെ പ്രാർത്ഥന കൊണ്ടുണ്ടായാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. കൃത്യമായിട്ടൊന്ന് രേഖപ്പെടുത്തുന്നത്
വളരെ നല്ലത് തന്നെയായിരിക്കും. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കൂടുതലും പറയാൻ പോകുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങളാണ്. കാരണം നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന നേട്ടങ്ങളും അല്ലെങ്കിൽ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഇതെല്ലാം പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതായിരിക്കും. രാജയോഗങ്ങളും മഹാഭാഗ്യങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞ ഒരു വർഷമായിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങളതെല്ലാം പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. എന്നാൽ ഇതൊന്നും നടക്കാതെ വരുമ്പോൾ ഭയങ്കരമായൊരു ദുഃഖവും വിഷമവും പരാജയ ഭീതിയും മനസ്സിലുണ്ടാകും. എന്നാൽ എന്താണ് വരാൻ പോകുന്ന ദോഷങ്ങൾ അത് മുൻകൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അത് മറികടന്ന് മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്യാം, മുൻകരുതലെടുക്കാം. അപ്പോൾ കൂടുതലും ഞാൻ നിങ്ങളുടെ ദോഷങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങളുടെ ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു പ്രയാസം അത് വരാതിരിക്കുവാൻ നമുക്ക് ശ്രമിക്കുക. ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്കൊരു മാറ്റം വരികയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു നേട്ടമായി കാണുന്നത്. അപ്പോൾ കൃത്യമായിട്ടും വീഡിയോ പൂർണ്ണമായും കാണുക. അവസാനം പരിഹാരങ്ങൾ പറയുന്നുണ്ട്. ആ പരിഹാരമെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും, നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. 2026 നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഗുണപരമായ അനുഭവങ്ങളും സന്തോഷങ്ങളും സുഖങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരും. എന്നാൽ അത് എല്ലാവർക്കും ഇതുപോലെ നേട്ടങ്ങൾ ഉണ്ടാകില്ല. ഇപ്പോൾ ഒരു 100 വ്യക്തികളെ എടുക്കുകയാണെങ്കിൽ 50 പേർക്ക് ഐശ്വര്യമുണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ 50 പേർക്ക് ചിലപ്പോൾ അവർക്ക് ദോഷങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ആയിരിക്കും. എന്നാൽ അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതെന്താണെന്ന് മനസ്സിലാക്കിയാൽ സന്തോഷം അനുഭവിക്കുന്നവർ അത് തുടരുക തന്നെ ചെയ്യട്ടെ. എന്നാൽ ദുഃഖം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങൾക്കിത് ഏറെ കൂടുതലായി ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതലുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളാണ്. കുടുംബത്തിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ, മനസ്സമാധാനമില്ലായ്മ, സാമ്പത്തികപരമായ ബുദ്ധിമുട്ട്, എന്ത് കാര്യത്തിനിറങ്ങിയാലും പരസ്പരം കലഹങ്ങൾ. ഇതാണ് ഈ ഒരു തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരു വർഷക്കാലഘട്ടം നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ജോലി കാണും, സാമ്പത്തികം കാണും, ഭയങ്കരമായ സന്തോഷത്തോടെ കഴിയുന്ന വ്യക്തികളായിരിക്കും പുറത്തിറങ്ങും. എന്നാൽ വീട്ടിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളും ലഹളകളും അഭിപ്രായ വ്യത്യാസവും ഒരു മനസ്സമാധാനമില്ലായ്മ, സന്തോഷമില്ലായ്മ, എന്നും പരസ്പരം ഒരു പ്രശ്നവും കാണില്ല. പറയത്തക്ക രീതിയിൽ മൂന്നാമതൊരാൾ വന്ന് നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ പറയാൻ പ്രശ്നമില്ല. പക്ഷേ ദമ്പതികൾ തമ്മിലോ അല്ലെങ്കിൽ അച്ഛനമ്മ തമ്മിലോ അല്ലെങ്കിൽ അച്ഛനും മക്കളും തമ്മിലോ എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഇങ്ങനൊരു വിഷയം വരുന്നത് നിങ്ങളുടെ ഈ ഒരു വർഷത്തെ സമയദോഷം കൊണ്ടാണ്. അപ്പോൾ ഇതിനെ നിങ്ങൾ തന്നെ സ്വയം മാറ്റിയെടുക്കുക. ഇതിന് അവസാനം പരിഹാരം പറയുന്നുണ്ട്. ആ പരിഹാരമെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് കുടുംബ സ്വത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. സഹോദരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അച്ഛനും മക്കളും തമ്മിലൊക്കെ കുടുംബ സ്വത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു. കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന ധനത്തിൻ്റെ പേരിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ധനപരമായ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുമെന്നുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. വീട്ടിൽ കഷ്ടപ്പെടുത്തും അവസാന ഘട്ടമായിരിക്കും അത് നമുക്ക് ശരിയായി നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നത്. ചിലപ്പോൾ കിടന്ന് ഒരുപാട് അലയും സാമ്പത്തികം ലഭിക്കാതെ. അപ്പോൾ ഇതിനെല്ലാത്തിനും പ്രധാനമായിട്ട് നിങ്ങളുടെ സംസാരമാണ്, വാക്ക്. അത് വളരെ സൂക്ഷിച്ച് പ്രയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടി സംസാരം വളരെയധികം നിയന്ത്രിക്കുക. എതിരെ നിൽക്കുന്ന വ്യക്തി ആരാണ്, എന്താണ്, എങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സംസാരിക്കുക. സംസാരം മൂലം നഷ്ടങ്ങളും പരാജയങ്ങളും വന്നു ചേരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. മടി, അലസത, കൂടുതൽ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഈ നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അവിടെയും പരാജയം തന്നെയാണ്, അവിടെയും നഷ്ടം തന്നെയാണ്, അവിടെയും ദോഷങ്ങൾ തന്നെയാണ്. സൂക്ഷിക്കുക. 100% നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. വിജയിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വളരെയധികം ശ്രദ്ധയോടുകൂടി വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് മാനസികപരമായ പല ബുദ്ധിമുട്ടുകളും നേരിടുന്ന ഒരു വർഷമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒന്നും നടക്കാതെ നിരാശപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. 2026 അത് നേടാം, അത് നമുക്ക് സ്വന്തമാക്കാം, അവിടെ ഞാൻ വിജയിക്കും, ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തും എന്നെല്ലാം കരുതി കാത്തിരിക്കുകയായിരിക്കും. എന്നാൽ പ്രതീക്ഷിക്കുന്ന ഒന്നും ലഭിക്കാതെ വളരെ വിഷമിച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് കാണുന്നത്. വളരെയധികം സൂക്ഷിക്കുക. ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം
തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും, ഒരുപാട് നേട്ടങ്ങൾ നേടേണ്ടി വരും. ഒരുപാട് നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. കാര്യതടസ്സങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതിനെതിരായി നിങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ ഇവിടെ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിദ്യാർത്ഥികൾ, നിങ്ങൾ മത്സര ബുദ്ധിയോടുകൂടി പഠിക്കുക. മത്സരം വെച്ച് പഠിച്ച് ഉയരങ്ങളിലെത്തിയാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. സംസാരം, മുൻകോപം, എടുത്തുചാട്ടം ഇതെല്ലാം നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. വീടിൻ്റെയും വസ്തുവിൻ്റെയും അല്ലെങ്കിൽ വീടിൻ്റെ ഷെയറിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വീടിൻ്റെ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ എല്ലാം ഒന്ന് സൂക്ഷിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുക. കൃത്യമായി വീട്, നമ്മളിപ്പോൾ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട് കൃത്യമായ രീതിയിൽ അതിനെ നല്ല രീതിയിൽ ശുദ്ധീകരിക്കുകയും എല്ലാ ദിവസവും വിളക്ക് വയ്ക്കുകയും നാമം ജപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറെക്കുറെ അതിനൊരു മാറ്റമുണ്ടാകും. വീട്ടിനുള്ളൊരു പോസിറ്റീവ് എനർജി എപ്പോഴും നിലനിർത്തുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന ആൾക്കാർ പൂർണ്ണമായിട്ടും നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും. അതിനോടൊപ്പം വിവാഹ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വാഹന നഷ്ടങ്ങൾ, വാഹന സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക് നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലി ഇല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് സൂക്ഷിക്കുക. ആരോഗ്യകാര്യങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. ചെറിയ രീതിയിലുള്ള ചില മുറിവുകളോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വാസമോ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അവയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക. കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും വരാൻ സാധ്യത ഉള്ളതിനാൽ എടുത്തുചാട്ടം, സംസാരം നിയന്ത്രിക്കുക. സാമ്പത്തിക കാര്യങ്ങൾ സൂക്ഷിക്കുക. അനാവശ്യമായി ആർക്കും കടം കൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യാതിരിക്കുന്നത് നല്ലതായിരിക്കും. അല്ലാത്ത പക്ഷം അത് നമ്മൾ തന്നെ ആ കടവും വീട്ടേണ്ടി വരും. മറ്റൊരാളുടെ കടം നമ്മൾ വീട്ടേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ജോലിയിലും ബിസിനസ്സിലും ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങളും പരാജയങ്ങളും, നമുക്കൊരു പ്രൊമോഷൻ നഷ്ടപ്പെടുക, ഇങ്ങനെയൊക്കെ ചെറിയ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തൃപ്തിയില്ല. നല്ല ശമ്പളമുണ്ട്, ജോലിയൊക്കെ ഓക്കെയാണ്, പക്ഷേ നമുക്കൊരു മനസ്സമാധാനം, തൃപ്തിയില്ലാത്തൊരവസ്ഥ. അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മൾക്ക് തന്നെ സാധിക്കും. നമുക്ക് അതിൻ്റേതായ പരിഹാരം കൃത്യമായി ചെയ്യുക. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന വ്യക്തികൾ ഭദ്രകാളി ദേവിയെ, രൗദ്രദേവതയായ ഭദ്ര, ദുർഗ, ചാമുണ്ടേശ്വരി എന്നീ ദേവിമാരെ പ്രാർത്ഥിക്കുക, പൂജിക്കുക. ദേവിയുടെയൊക്കെ നാമം ജപിക്കുക അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ജപിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേട്ടങ്ങളുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും, സന്തോഷവും സമാധാനപരമായി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ദേവിയെ പ്രാർത്ഥിക്കുക, ദേവിയുടെ നാമം ജപിക്കുക. കഴിയുമെന്നുണ്ടെങ്കിൽ മാസം തോറും നമ്മുടെ പക്കനാൾ വരുന്ന സമയത്ത് ദേവിക്കൊരു വഴിപാടൊക്കെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്തിട്ടും നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വരുന്നില്ല, ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ച് അതിൻ്റെ പരിഹാരം കൂടി ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ വിജയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ജാതകഫലം ഫോണിലൂടെ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി. കൂടാതെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും ഇവിടുത്തെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് കൂടി ഒന്ന് ചെറുതായിട്ട് അതിലോട്ടൊന്ന് രേഖപ്പെടുത്തുക. കാരണം നിങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ ഒരു പൂജ നടത്തുകയാണ്. പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായാൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. കൃത്യമായി പേര് നക്ഷത്രവും രേഖപ്പെടുത്തുക. മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അവരുടെ പരിഹാര മാർഗ്ഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ പലരും എല്ലാ വീഡിയോസും കാണുന്നതായിരിക്കും. അപ്പോൾ വർഷഫലത്തിൽ പലരും നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വരുന്നു, സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നു, മൂലം നക്ഷത്രക്കാർക്ക് രാജയോഗമാണ്, ലോട്ടറി ഭാഗ്യമുണ്ട്, ധനപരമായ ലാഭമുണ്ട് എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞ് കേട്ട് സന്തോഷിച്ചിരിക്കുകയായിരിക്കും. എന്നാൽ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ദോഷഫലങ്ങളും വരികയാണ്. അപ്പോൾ ഇവിടെ പലരും പ്രേക്ഷകരുടെ സംതൃപ്തിക്കും സമാധാനത്തിനും അവരുടെ സന്തോഷത്തിനും വേണ്ടി ഗുണഫലങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. ദോഷഫലങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല. ഞാനിവിടെ ദോഷഫലങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം സന്തോഷം ഉണ്ടാകട്ടെ, നല്ലത് സംഭവിക്കട്ടെ, നല്ല രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ, അത് നമുക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ അതിൽ നമുക്ക് ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് മുൻകൂട്ടി കാണുക, അതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. അല്ലാത്ത പക്ഷം നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു. അപ്പോൾ കൃത്യമായിട്ടും പൂർണ്ണമായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണുക. കാരണം ഇതിൻ്റെ അവസാനം പരിഹാരങ്ങൾ പറയുന്നുണ്ട്. അതും കൂടി ചെയ്തു പോയി കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറും, നേട്ടങ്ങളുണ്ടാകും, സന്തോഷകരമായി ജീവിക്കുവാൻ സാധിക്കും. മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത വരുന്ന ഒരു വർഷ കാലഘട്ടം അനുഭവിക്കാൻ പോകുന്ന ദോഷങ്ങൾ എന്തെല്ലാം
എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ധൈര്യം കൂടുതലാണ്, എടുത്തുചാട്ടം കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ ധൈര്യവും എടുത്തുചാട്ടവും നിങ്ങൾ ജീവിതത്തിൽ പരാജയത്തിൽ കൊണ്ടെത്തിക്കാറുണ്ട്. പല അപകടങ്ങളിലും പോയി ചാടാറുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക, മറ്റുള്ളവരെ ഉപദേശിക്കാൻ പോവുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ മുന്നിൽ നിന്ന് നടത്തി ആ പ്രശ്നങ്ങൾ നമ്മുടെ തലയ്ക്ക് വരിക, ഇതൊക്കെയാണ്. ധൈര്യവും എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ അത് സ്വന്തം കാര്യത്തിൽ മാത്രം ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളും നമ്മളെ തേടി വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇത്തിരി പിടിവാശിയും ദുർബുദ്ധിയും കൂടുതലാണ്. ആര് പറഞ്ഞാലും കേൾക്കില്ല. ഞാനാണ് വലുത്, ഞാനാണ് എന്തൊക്കെയോ ആണെന്നുള്ളൊരു വിചാരത്തിൽ നടക്കുന്ന വ്യക്തികളായിരിക്കും. പക്ഷേ അത് നമ്മളെ ജീവിതത്തിൽ പലതരം പരാജയത്തിലോട്ട് നയിക്കാനായിരിക്കും സാധ്യത കൂടുതലായി കാണുന്നത്. സഹോദരങ്ങൾ തമ്മിൽ ഏറെക്കുറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു, വഴക്കുണ്ടാകുന്നു, സാമ്പത്തിക പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. അങ്ങനെ പലതരം വിഷയങ്ങൾ സഹോദരങ്ങൾ തമ്മിലുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് സൂക്ഷിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി അത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ എടുത്തുചാട്ടമെല്ലാം നിങ്ങൾ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. വിദ്യാർത്ഥികൾ വളരെ സൂക്ഷിക്കുക. വിദ്യാർത്ഥികൾക്കാണ് ഒരുപാട് തടസ്സങ്ങൾ വരാൻ കാത്തിരിക്കുന്നത്. വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒരു വിജയമില്ലാത്തൊരവസ്ഥ, സന്തോഷമില്ലാത്തൊരവസ്ഥ, ഇതെല്ലാം ജീവിതത്തിൽ നമുക്ക് വരാൻ സാധ്യത കൂടുതലാണ്. സൂക്ഷിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അതിനോടൊപ്പം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളായിരിക്കും. എന്നാൽ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് പുറത്തോട്ടോ അല്ലെങ്കിൽ വിദേശത്തോട്ടോ പോകാൻ വേണ്ടി നമ്മൾ കാത്തിരുന്ന വ്യക്തികളാണെങ്കിൽ അത് നഷ്ടപ്പെടുന്നു, അതിൽ വിജയിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു അംഗീകാരമോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു വരുമാനമോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പദവിയോ ഒന്നും ലഭിക്കാതെ വരുന്നൊരവസ്ഥയാണ്. നിങ്ങൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ, പരാജയങ്ങൾ, അവർക്ക് അംഗീകാരം ലഭിക്കാത്തൊരവസ്ഥ, മാനസിക വിഷമങ്ങൾ, അവർക്ക് അതിനുള്ള ചാൻസ് കിട്ടുന്നില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നൊരവസ്ഥ ഈ ഒരു വർഷത്തിൽ കാണാം. തുടർന്ന് അതുപോലെ തന്നെയാണ് കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും. എന്നാൽ ഇവർക്ക് വിജയിക്കുവാൻ സാധിക്കും. കായിക രംഗത്ത് ഉള്ള വ്യക്തികൾക്ക് എല്ലാവർക്കും വിജയം കൈവരിക്കുവാൻ സാധിക്കും. പക്ഷേ ആ വിജയം കൊണ്ടൊരു പ്രാധാന്യമില്ല, നമുക്കൊരു ലാഭമില്ല, ഒരു നേട്ടമില്ലാത്ത ഒരവസ്ഥയായിരിക്കും. കാര്യതടസ്സത്തിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. പൂർണ്ണമായിട്ടും കാര്യതടസ്സങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസപരമായി തടസ്സങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ കൃത്യമായി നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് വിദ്യാർത്ഥികൾ അതിൻ്റെ പിന്നാലെ മാത്രം പോവുക എങ്കിൽ മാത്രമേ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എടുത്തുചാട്ടം, മുൻകോപമൊക്കെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. വീട്, വസ്തു, ഇതൊക്കെ വാങ്ങുവാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് വാങ്ങുക. പറ്റിക്കപ്പെടാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെയും വളരെയധികം സൂക്ഷിക്കുക. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില ഈ ഒരു സമയത്ത് കിട്ടാൻ സാധ്യതയില്ല. എന്നിരുന്നാലും ശ്രമിക്കുക. ഉറപ്പായിട്ടും നല്ലത് തന്നെ വരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. തടസ്സങ്ങൾ ഉണ്ടാകും, അതിനുശേഷമേ നല്ലത് വരികയുള്ളൂ. വീട് സംബന്ധമായിട്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ജീവിതത്തെ പല രീതിയിൽ നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും മാറി വരാൻ സാധിക്കും. ആ ഒരു ജീവിതത്തിലെ പല പ്രശ്നങ്ങളും മാറി സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ നല്ല രീതിയിൽ ബാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ പ്രണയം പരാജയപ്പെടുന്നു, ഇവിടെ വിജയിക്കാൻ പറ്റാത്ത രീതിയിൽ മേഖലയിലോട്ട് നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകുന്നു. അപ്പോൾ അതുകൊണ്ട് പലതരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യത കൂടുതലായതിനാൽ സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെയാണ് കുടുംബജീവിതത്തിൽ എന്നും വഴക്ക്, അഭിപ്രായ വ്യത്യാസങ്ങൾ, പിരിഞ്ഞ് താമസിക്കുക, അകന്ന് താമസിക്കുക, ഒരു സന്തോഷമില്ലാത്ത ഒരവസ്ഥയിലോട്ടും ജീവിതം പോവുക, ഇങ്ങനെ പലതരം പ്രശ്നങ്ങളും ജീവിതത്തിൽ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നതിനാൽ നിങ്ങൾ കൃത്യമായി പരിഹാരം ചെയ്യുക. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് കൂടുതലും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. മൂല നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ, പുഷ്പാഞ്ജലി അല്ലെങ്കിൽ നെയ്വിളക്കോ, എന്തിട്ടായാലും ശരി, എന്ത് തന്നെ ആയാലും ശരി, നിങ്ങൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരിഹാരങ്ങളെല്ലാം ഹനുമാൻ സ്വാമിക്ക് ചെയ്യുക. ചെയ്ത് പ്രാർത്ഥിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ, നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ, സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല പല ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധിക്കും. ജോലിയുടെയും ബിസിനസ്സിൻ്റെയും കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. എന്നാൽ മാത്രമേ നമുക്ക് അവിടെയും വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് വരുമാനമാണ്
ഏറ്റവും പ്രധാനമായിട്ടുള്ള. അപ്പോൾ ജോലിയിലും ബിസിനസ്സൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം തകർന്നു പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഭഗവാനെ ആത്മാർത്ഥമായിട്ട് വിചാരിച്ച് മുന്നോട്ട് പോവുക. അതിനോടൊപ്പം ഇതെല്ലാം ചെയ്തിട്ടും ഒരു മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജാതകം പരിശോധിക്കുക, ജാതകത്തിൽ എന്താണ് ദോഷമെന്ന് മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം കൂടി പോവുക. അപ്പോൾ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി. നമുക്കതിൻ്റെ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനോടൊപ്പം തന്നെയാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടും എന്താണെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജ ഈ ഒരു മാസത്തിലുമുണ്ട്. അപ്പോൾ ആ പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മാറ്റവും ഐശ്വര്യവും ഉണ്ടാകും. നിങ്ങൾക്കത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പേര് നക്ഷത്രം എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. പൂരാടം നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കൂടുതലും കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ദോഷഫലങ്ങളാണ്. അപ്പോൾ നെഗറ്റീവ് വാക്കുകളും ആയിരിക്കും കൂടുതൽ കേൾക്കുവാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ പല വീഡിയോകളും കാണുമ്പോൾ അതിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും പറയുന്നത്. എല്ലാവരും നിങ്ങൾക്ക് രാജയോഗം വരുന്നു, സന്തോഷം ലഭിക്കുന്നു, സാമ്പത്തികം ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു. ഒരു വീഡിയോ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമല്ല നമുക്ക് വേണ്ടത്. ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണം. അതിനുവേണ്ടി നമ്മുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുകയും മുൻകരുതലെടുക്കുകയും ചെയ്താൽ അതായിരിക്കും ഏറ്റവും വലുത്. അപ്പോൾ വെറുതെ കണ്ടുപോകാതെ നമുക്ക് വരാൻ പോകുന്ന ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണപരമായിട്ടുള്ള അനുഭവം ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ പ്രേക്ഷകർ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. പരിഹാരം പറയുന്നുണ്ട്. പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ഒരു മാറ്റം ഉണ്ടാകും. എന്തെങ്കിലും ദോഷങ്ങൾ വരാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് വരാതെ, അല്ലെങ്കിൽ വരുമ്പോൾ നമുക്കതിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ഉണ്ടാകും. എല്ലാവർക്കും നല്ലതേ വരികയുള്ളൂ, സന്തോഷമേ ഉണ്ടാകുകയുള്ളൂ. ഒരുപാട് യോഗങ്ങളുണ്ട്. സന്തോഷവും സമാധാനവും ഐശ്വര്യപരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാൽ എവിടെയെങ്കിലും ഒരു ചെറിയ ദോഷമുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു മേഖലയിലോട്ട് പോകാതെ മാറിപ്പോകാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ ദോഷങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത്. പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു വർഷ കാലഘട്ടം സന്തോഷത്തോടുകൂടി കഴിയുവാൻ സാധിക്കും. ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടുംബത്തിനകത്താണ്. ഈ നക്ഷത്രക്കാർക്ക് അതിനകത്തൊരു സമാധാനമില്ലായ്മ, അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രശ്നങ്ങൾ, പരിഭവങ്ങൾ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു വലിയൊരു ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ വലിയൊരു ഉദ്യോഗസ്ഥനായിരിക്കും, ജോലി ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഗവൺമെൻറ്റിൽ നല്ലൊരു പൊസിഷനിലിരിക്കുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നാട് നന്നാക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരിക്കും. എന്തു തന്നെ ആയാലും ശരി, വീട്ടിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ മനസ്സമാധാനമില്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രശ്നങ്ങൾ, സമാധാനമില്ല, സന്തോഷമില്ല, ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ലഭിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഈ ഒരു വർഷത്തെ ദോഷങ്ങളായാണ് കാണുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് പരിഹരിക്കുക. സ്വയം നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. നമുക്ക് മാത്രമേ നമ്മളെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ മറ്റൊരാളെ മാറ്റാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് പറയണം, നീ നന്നാവ്, നീ നന്നാവ്, നീ അത് മാറ്, നീ അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആരും ചെയ്യില്ല. സ്വയം നമ്മൾ അതിനനുസരിച്ച് ചെയ്തു പോയി കഴിഞ്ഞാൽ ശരിയാകും. ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ളവർ വന്ന് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചെയ്യാതെ നീ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അതിൽ ചെയ്യാൻ പോകുന്നില്ല. ഇതെല്ലാം സ്നേഹത്തോടു കൂടി കുടുംബത്തിനകത്ത് സന്തോഷത്തോടുകൂടി ഓരോ കാര്യങ്ങളും പറഞ്ഞ് സമാധാനമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, അത് സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത്, കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ, കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിൽ, അല്ലെങ്കിൽ അച്ഛനും മക്കളും തമ്മിൽ, അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും തമ്മിൽ, അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ, ആരൊക്കെ താമസിക്കുന്നു അവർ തമ്മിലെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഈ നക്ഷത്രത്തിൻ്റെ ഈ ഒരു വർഷത്തെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. വളരെയധികം ശ്രദ്ധയോടുകൂടി നടക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നം നിങ്ങളെ മാനസികപരമായി വല്ലാതെ വലട്ടുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ധനപരമായ നഷ്ടങ്ങളും സമയനഷ്ടങ്ങളും വരുത്താൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മാവനോ അങ്ങനെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ബന്ധുക്കൾ മുഖാന്തരം നിങ്ങൾക്ക് ദോഷങ്ങളും അപവാദങ്ങളും കേൾക്കേണ്ടി വരും. സൂക്ഷിക്കുക. രഹസ്യങ്ങളായി സൂക്ഷിക്കുക. സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറയാൻ സാധ്യത കൂടുതലാണ്. വീട്, വസ്തു ഇവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും സമയം കൊള്ളില്ല. നഷ്ടങ്ങളും പരാജയങ്ങളും വരാൻ മാത്രമേ സാധ്യത കാണുന്നുള്ളൂ.
കുടുംബ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് കുടുംബ ദേവതയെ പ്രാർത്ഥിക്കുക, കുടുംബ ദേവതയെ പൂജിക്കുക, കുടുംബ ദേവതയുടെ ക്ഷേത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്ര ദർശനം നടത്തുക, അവിടെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും, ഏറ്റവും നല്ലതാണ്. കാരണം ഈ ഒരു സമയത്ത് അതിനൊരു താല്പര്യക്കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. കാർഷിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ കെട്ടിട പണിക്കാർ, അല്ലെങ്കിൽ നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾ, നിങ്ങൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവർമാരുണ്ട്, അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായി നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു വാഹനം ഓടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന് പണി വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, നമുക്ക് നഷ്ടം വരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നം വരും, നമ്മുടെ നഖത്തിന് ഒരു ചെറിയൊരു കേട് സംഭവിച്ചാൽ മതി, നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, നമ്മുടെ വരുമാനം പോകുന്നു, കടബാധ്യതകൾ കൂടുന്നു, നമുക്ക് പിന്നെ അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരാൻ പറ്റാത്ത ഒരു ബാധ്യതയിലോട്ട് പോകുന്നു. ജസ്റ്റ് നമ്മുടെ കയ്യിലൊരു നഖത്തിനൊരു കംപ്ലയിൻറ്റ് വന്നാൽ. അപ്പോൾ അതെല്ലാം വളരെ പ്രധാനമാണ്. വളരെ സൂക്ഷിക്കുക, വളരെ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ സന്തോഷവും സുഖവും നല്ല നല്ല അനുഭവങ്ങളും ജീവിതത്തിൽ വരുവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഏറ്റവും വലുതായിട്ട് നമ്മുടെ കർമ്മരംഗമെല്ലാം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. വാഹന സംബന്ധമായ നഷ്ടങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ, അതൊന്ന് സൂക്ഷിക്കുക. വീട്ടു സാധനങ്ങൾ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ നിത്യോപയോഗ സാധനങ്ങൾ തീർന്നു പോകുന്ന അവസ്ഥ, അതായത് അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് വരുന്നു, പുതിയത് വാങ്ങേണ്ടി വരുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു ഫ്രിഡ്ജില്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ അതിന് കംപ്ലയിൻറ്റ് വരുന്നു. ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് TV, അയൺ ബോക്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് കംപ്ലയിൻറ്റ് വരുന്നു. നമുക്കത് പെട്ടെന്ന് വാങ്ങിച്ചേ പറ്റൂ. അങ്ങനെ ഒരു സാമ്പത്തിക നഷ്ടം ഈ ഒരു വർഷം കാണുന്നുണ്ട്. അവയും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. സുഹൃത്തുക്കൾ മുഖാന്തരം പ്രശ്നങ്ങളും പരിഭവങ്ങളുമാണ് വരാൻ സാധ്യതയുള്ളത്. സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്കെതിരെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളും അല്ലെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും വരാൻ സാധ്യതയുണ്ട്. കൂടെ നിൽക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും നിങ്ങളെ കാണാതെ മാറി നിന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിലൊന്നും നിരാശപ്പെടരുത്. അതിൻ്റെ മുകളിലൂടെ നടന്ന് കയറുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട്, സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ജോലി, ബിസിനസ്സിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. സാമ്പത്തിക ബുദ്ധിമുട്ട് വരും, സാമ്പത്തികം സൂക്ഷിക്കുന്നത് നല്ലതാണ്. ദാമ്പത്തിക ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും പരിഭവങ്ങളും എല്ലാം വരാൻ സാധ്യതയുണ്ട്, അവയും ഒന്ന് സൂക്ഷിക്കുക. വിവാഹം നടക്കാൻ തടസ്സങ്ങൾ കാണുന്നുണ്ട്, വിവാഹ സംബന്ധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാണുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കൂടുതലായി കാണുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മാവനോ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കുടുംബത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രശ്നങ്ങൾ, പരിഭവങ്ങൾ, നഷ്ടങ്ങൾ, പരാജയങ്ങൾ എന്നിവ വരാനും സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. വീട് മാറുവാനോ അല്ലെങ്കിൽ മാറി താമസിക്കാനോ മറ്റൊരു വീട്ടിലോട്ട് താമസം പോകാനോ ഇതിനെല്ലാത്തിനും സാധ്യതയും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. സംസാരം, മുൻകോപം, എടുത്തുചാട്ടം ഇവയെല്ലാം കുറച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. കാര്യതടസ്സങ്ങളൊന്നും മാറി വരുന്നതിന് വേണ്ടി നിങ്ങൾ കൃത്യമായിട്ടും ഈ ഒരു സമയത്ത് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, വിഷ്ണു ഭഗവാനെ പൂജിക്കുക, വിഷ്ണു ഭഗവാന്റെ നാമം ജപിക്കുക, വിഷ്ണു ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് നെയ്വിളക്കോ തൃക്കൈവെണ്ണയോ അല്ലെങ്കിൽ ഭാഗ്യസുത്ത പുഷ്പാഞ്ജലി ഇതെല്ലാം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ കുറയുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയായിരിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് മാറ്റം വരുന്നില്ല, നേട്ടം ഉണ്ടാകുന്നില്ല, തടസ്സങ്ങൾ മാത്രമേ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകവശാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ദശാഭാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുന്നു, നേട്ടങ്ങൾ ഉണ്ടാകുന്നു, സന്തോഷകരമായിട്ടൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷം ഒരുപാട് നേട്ടങ്ങളും ഐശ്വര്യങ്ങളും സന്തോഷവും സമ്പൽ സമൃദ്ധിയും സാമ്പത്തിക പുരോഗതിയും വന്നു ചേരും. എന്നാൽ അതിനോടൊപ്പം ദോഷങ്ങളും വന്നു ചേരുകയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും രാജയോഗങ്ങളും പറഞ്ഞു പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ ദോഷങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. കാരണം എല്ലാ വ്യക്തികൾക്കും സന്തോഷം ലഭിക്കാറില്ല. സന്തോഷം മാത്രം അനുഭവിച്ച് ജീവിക്കുന്ന പല വ്യക്തികളുമുണ്ട്. എന്നാൽ അതിനേക്കാളും കൂടുതൽ ദുഃഖങ്ങളും പ്രതിസന്ധികളും നേരിടുന്നവരാണ് കൂടുതലും ഈ വീഡിയോസ് കാണുകയും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് മുൻകൂട്ടി കാണുകയും അതിനുള്ള പരിഹാരം ചെയ്യുകയും അതിനൊരു മുൻകരുതലെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യണം. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. പരിഹാരങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. കൃത്യമായി അത് ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങളുണ്ടാകും, ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും, സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വർഷം ഉത്രാടം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ദുഃഖങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അവരുടെ വിവാഹം നടക്കുന്നില്ല, അവർക്ക് ജോലി
ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നിങ്ങൾ പറയുന്നത് കേൾക്കാതെ അവരുടെ ഇഷ്ടത്തിന് അവർ നടക്കുന്നു. ഇതിൻ്റെ എല്ലാം പേരിൽ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും മാനസിക ഒരു പിരിമുറുക്കങ്ങളും ഇതെല്ലാം വരുന്നു. ഒരുപാട് മാതാപിതാക്കൾ ഈ ഒരു കാരണത്താൽ വിഷമിക്കുകയും സമാധാനമില്ലായ്മയും കുടുംബത്തിനുള്ളിൽ സന്തോഷമില്ലാത്തൊരവസ്ഥ ഇതെല്ലാം വരാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷമാണ്. ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ വേണ്ടി സന്താനങ്ങളെ അവരെ നിങ്ങൾ ഉപദേശിക്കുകയോ വഴക്ക് പറയുകയോ അല്ല ചെയ്യാനുള്ളത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അത് അവർ ആ ഒരു ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് എത്തുമ്പോഴേ കൂടുതലും മനസ്സിലാകുകയുള്ളൂ. അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. അവരോടൊപ്പം നിൽക്കുക. കാരണം മാതാപിതാക്കൾ ജീവിക്കുന്നത് തന്നെ കുഞ്ഞുങ്ങളെ ഒരു പൊസിഷനിൽ എത്തിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാതെ അവരുടെ ഇഷ്ടത്തിന് പോയി അവരൊരു അപകടത്തിൽ ചാടാൻ പോകുന്നു എന്നറിയുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാകും. അങ്ങനെ ഒരു വിഷമം അനുഭവിക്കാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾ അവരൊരു വിദ്യാർത്ഥികളാകാം, അല്ലെങ്കിൽ കുറച്ച് മറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാകാം, വിവാഹം കഴിയാത്ത വ്യക്തികൾ, വിവാഹം കഴിഞ്ഞ വ്യക്തികളാകാം. ഇവരുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. നിങ്ങൾക്ക് പലതരം മോശമായ കൂട്ടുകെട്ടിൽ പോയി അകപ്പെടുകയും പേരുദോഷങ്ങൾ ഉണ്ടാകുകയും അതുകൊണ്ട് അപവാദങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുവാനും എല്ലാം സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. മനസ്സിന് ധൈര്യം കുറവാണ്. എല്ലായിടത്തും നിന്ന് എല്ലാ കാര്യങ്ങളും പറയും. പക്ഷേ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് നേരിടാൻ അറിയില്ല. വിഷമിച്ചു പോകും, തളർന്നു പോകുന്നു, അതിന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അപ്പോൾ മാനസികപരമായിട്ടുള്ള നല്ലൊരു മുൻകരുതലുകൾ എടുക്കുക. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്ത് വന്നാലും നമ്മൾ നേരിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ഒരു ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക. ധൈര്യം ഒരല്പം കുറവാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ വാശിക്ക് ഒരു കുറവുമില്ല. വാശി നല്ല രീതിയിൽ കാണിക്കും. എടുത്തുചാട്ടവും വാശിയും ധൈര്യവും ഈ ഒരു കാര്യത്തിൽ, അതായത് ഒരു അഭിപ്രായ വ്യത്യാസം വരികയോ അല്ലെങ്കിൽ ഒരാൾ പറയുന്നതിനെ എതിർത്ത് നിൽക്കുവാനോ ഒക്കെ നല്ല രീതിയിലുള്ള വാശി കാണിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും. എടുത്തുചാട്ടം മുഖാന്തരം സുഹൃത്തുക്കൾ ബന്ധുക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം വന്നു ചേരുകയാണ്. കാര്യതടസ്സങ്ങൾ പൂർണ്ണമായിട്ടുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് കൂടുതലും ഈ മുതിർന്ന വിദ്യാർത്ഥികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ലഹരി വസ്തുക്കളോടുള്ള ഒരു താല്പര്യം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഈ ഒരു നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് അതിനുള്ള താല്പര്യം കൂടുന്നു, അതിലേക്ക് പോകാൻ തോന്നുന്നു. അപ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ട് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് അവയെല്ലാം സൂക്ഷിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. എന്നാൽ മുതിർന്ന വ്യക്തികൾക്കും ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് നിർത്തുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞു തന്നെയാണ് സംസാരം, എടുത്തുചാട്ടം, മുൻകോപം ഇതെല്ലാം നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക. വീട്, വസ്തു, ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വീട്ടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ സാധ്യതയുണ്ട്. വാഹനം വാങ്ങാനുള്ള യോഗങ്ങളെല്ലാം കാണുന്നുണ്ട്. എന്നാൽ അത് മുഖാന്തരം തടസ്സങ്ങളും നഷ്ടങ്ങളും വരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, രോഗാവസ്ഥ ഇതിനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വിവാഹ തടസ്സങ്ങളാണ് കൂടുതലുണ്ടാകുന്നത്. പ്രണയ തടസ്സങ്ങളുണ്ടാകുന്നു. പ്രണയിക്കുന്നവർ പിരിഞ്ഞു പോകുന്നു. പ്രണയിക്കുന്നവർ തമ്മിൽ സന്തോഷമില്ലാതെ വഴക്കിട്ട് പിരിയുന്ന ഒരവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വളരെയധികം ആ കാര്യങ്ങളിലെല്ലാം ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കുക. സൂക്ഷിക്കുക. സന്തോഷത്തോടെ പോകാൻ വേണ്ടി ഒരുപാട് നമ്മൾ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് പോകേണ്ടി വരും. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നത് നല്ലത് തന്നെയായിരിക്കും. ദാമ്പത്തിക ജീവിതത്തിൽ സന്തോഷമില്ലാതെ എന്നും അഭിപ്രായ വ്യത്യാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ആ ഒരു കാര്യവും നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. വിവാഹം നീണ്ടുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ പേരിൽ മാനസികപരമായ ദുഃഖങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് നാളുകളായിരിക്കും ഇനി നമുക്ക് വരാൻ പോകുന്നത്. എന്നാൽ വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമുക്ക് പരിഹരിക്കുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ജോലിയിലും ബിസിനസ്സിലും ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും അത് നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ സൂക്ഷിക്കുക. ജോലി നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ദിനരാത്രങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. സാമ്പത്തികം ചെലവിന് പോയിട്ട് നമുക്ക് മിച്ചമുള്ളതൊന്ന് സേവ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ കടബാധ്യതയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. ജാതകത്തിൽ കാണുന്ന ദശാപകാരം അനുസരിച്ച് അതിൻ്റെ പരിഹാരം കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നേട്ടങ്ങളും കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഈ തടസ്സങ്ങൾ മാറുന്നതിനും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും വേണ്ടി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന് ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാളികേരം ഉടയ്ക്കുക, പക്കനാൾ വരുന്ന ദിവസങ്ങളിൽ ഗണപതി ഭഗവാന് ഗണപതി ഹോമം നടത്തുക. പ്രാർത്ഥനയോടുകൂടി ഈശ്വര വിശ്വാസത്തോടു കൂടി ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുക. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എത്രത്തോളം പ്രാർത്ഥിക്കുന്നു, എത്രത്തോളം നാമം ജപിക്കുന്നു, അത്രത്തോളം നിങ്ങൾക്ക് ഐശ്വര്യം വന്നു ചേരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും ചെയ്തിട്ടും പരിഹാരങ്ങൾ ചെയ്തിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ജാതകം നോക്കുക. ജാതകത്തിൽ കാണുന്ന പ്രദേശാമനുസരിച്ച് അതിൻ്റെ പരിഹാരം കൂടി ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ, ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജാതകഫലം ഫോണിലൂടെ അറിയണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി. അത് വോയിസ് മെസ്സേജ് ആയിട്ട് തന്നെ മറുപടി അയച്ചു തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ പേര്, നക്ഷത്രം, ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ചേർത്തൊരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. കാരണം നിങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാ മാസവും നടത്താറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജയും നിങ്ങളുടെ പേരുന്നാൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചെറിയൊരു ശതമാനം മാറ്റം നിങ്ങൾക്കുണ്ടായാൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമായി കാണുന്നത്. തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും ഐശ്വര്യങ്ങളും സന്തോഷവും സമ്പൽ സമൃദ്ധിയും എല്ലാം വന്നു ചേരും. എന്നാൽ ഞാനിവിടെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന തടസ്സങ്ങളും ദോഷങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്. കാരണം ഐശ്വര്യം ഉണ്ടാകട്ടെ, സന്തോഷം വരട്ടെ, സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ, എന്നാൽ നമ്മൾ അറിയേണ്ടത് വരാൻ പോകുന്ന ദോഷങ്ങൾ എന്തെല്ലാമാണ്. അതിനൊരു മുൻകരുതലെടുക്കുക. അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതകാലം പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഒരു വർഷം പൂർണ്ണമായിട്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും സന്തോഷം ഉണ്ടാകില്ല. ചില ആൾക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ആ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി, എന്താണ് വരാൻ പോകുന്ന ദോഷങ്ങളെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദോഷഫലങ്ങളാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ അനുഭവിക്കുന്ന ദോഷഫലങ്ങൾക്ക് അതിൻ്റെ പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. കൃത്യമായിട്ടും ഈ വീഡിയോ പൂർണ്ണമായും കാണുക. കാരണം അവസാനം പറയുന്ന പരിഹാരങ്ങളും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു വർഷകാലഘട്ടം നിങ്ങൾക്കുണ്ടാകുന്ന നിങ്ങളുടെ സാമ്പത്തിക നഷ്ടമാണ് കാണുന്നത്. മോഷണം പോവുക, പറ്റിച്ചിട്ട് പോവുക, കടം വാങ്ങിച്ച ആൾ കൊടുക്കാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പണം പറ്റിക്കപ്പെടുക, നമുക്കത് തിരികെ കിട്ടാത്തൊരവസ്ഥ, ഇതെല്ലാം ഈ ഒരു വർഷത്ത് കാണുന്നുണ്ട്. അപ്പോൾ തിരുവോണം നക്ഷത്രക്കാർ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സഹായിക്കാം, പക്ഷെ തിരിച്ചു കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊന്നും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് കളഞ്ഞു പോവുക, തോറ്റുപോവുക, നഷ്ടം വരിക, വിജയം ഇല്ലാതെയാകുക, ഇങ്ങനെയൊക്കെ ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. അവയിൽ നിന്നെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിക്കുക. നഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് വിജയിക്കും, നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി നമ്മൾ ചെയ്തു വെച്ച പല കാര്യങ്ങളും നമുക്ക് നഷ്ടത്തിലോട്ട് പോകുവാനാണ് സാധ്യത കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ അതും വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. കൂടാതെ ശത്രുക്കൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഏത് മേഖലയിലായാലും, ബിസിനസ് മേഖലയാണോ അവിടെയും ശത്രുക്കൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണോ അവിടെയും ശത്രുക്കൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇനി നിങ്ങൾ ഒരു ഗവൺമെൻറ് ജീവനക്കാരനാണോ അവിടെയും ശത്രുക്കൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ വിദ്യാർത്ഥിയാണോ അവിടെയും ശത്രുക്കൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ വീട്ടിനകത്ത് പോലും നിങ്ങൾക്ക് ശത്രുക്കൾ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ശത്രുവിനെ അതിജീവിച്ച് മുന്നോട്ട് പോയി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടി ആ ഒരു സാഹചര്യത്തിൽ ശത്രുക്കൾ ഇങ്ങനെ വരുന്നതനുസരിച്ച് നിങ്ങൾ അതിനെതിരായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. സംസാരം സൂക്ഷിക്കുക, പ്രവൃത്തികൾ സൂക്ഷിക്കുക, രഹസ്യങ്ങളായി സൂക്ഷിക്കുക. ആരോടും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. നമ്മളിപ്പോഴത്തെ സൗഹൃദത്തിൽ ഒരിടത്ത് പറയുന്നു, അയാളാണ് നാളത്തെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ഇന്നത്തെ ഏറ്റവും വലിയ മിത്രമാരാണോ അതാണ് ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത്. കാര്യതടസ്സങ്ങൾ ഇതിനോടൊപ്പം വന്നുകൊണ്ടേയിരിക്കുന്നു. അതിലൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് രോഗാവസ്ഥ, ചെറിയ രീതിയിലുള്ള രോഗാവസ്ഥയൊക്കെ കാണുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അതായത് നിസ്സാരമായ കാര്യമായിരിക്കും, പക്ഷേ അത് വലുതായി നിങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരവസ്ഥയിൽ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക കേട്ടോ. നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യമുണ്ടായിരിക്കുക, നല്ല ആരോഗ്യമുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അതായത് നമുക്കിവിടെ ഉള്ളത് കാര്യതടസ്സങ്ങൾ. വിദ്യാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പരാജയങ്ങൾ സംഭവിക്കുന്നു. സംസാരം, എടുത്തുചാട്ടം, മുൻകോപം, ഈ മുഖാന്തരം പ്രശ്നങ്ങളുണ്ടാകുന്നു.
അരത്തിലൂടെയും എടുത്തുചാട്ടത്തിലൂടെയും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റാതെ ലഹരി വസ്തുക്കളിലേക്ക് അഭയം പ്രാപിക്കുകയും ലഹരി വസ്തുക്കൾ കൂടുതൽ ഉപയോഗിക്കുകയും അതിൻ്റേതായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരികയും ചെയ്യുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. എന്നൊരു വാഹനം ഓടിക്കുന്നവർ സൂക്ഷിക്കുക, അത് കൃത്യമായി നിയമങ്ങളൊക്കെ പാലിച്ച് വാഹനം ഓടിച്ചു പോകാൻ പാടുള്ള നഷ്ടങ്ങളും പരാജയങ്ങളും ചെറിയ രീതിയിലുള്ള അപകടങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് സൂക്ഷിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സം. അപ്പോൾ ഈ ഒരു വർഷത്തിൽ തന്നെ വിവാഹമെല്ലാം കഴിപ്പിച്ച് സന്തോഷകരമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തടസ്സങ്ങളുണ്ട്, സൂക്ഷിക്കുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തന്നെയാണ് ദോഷം വരാൻ പോകുന്നത്. നമ്മളെല്ലാം പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴേക്കും അവിടെ തടസ്സങ്ങൾ വന്നത് കുടുംബജീവിതത്തിനുള്ളിൽ ഭയങ്കരമായ ബുദ്ധിമുട്ട്, എന്നും കലഹങ്ങൾ, ഒരു സന്തോഷമില്ല, സമാധാനമില്ല. നമ്മൾ എത്ര നല്ലത് ചെയ്താലും നമുക്കൊരു വിലയില്ലാത്തൊരവസ്ഥ. അതിപ്പോൾ തിരുവോണ സ്ത്രീയായാലും ശരി പുരുഷനായാലും ശരി മാറി മാറി നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുണ്ടാവും, ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടാവും, പ്രശ്നങ്ങളുടെ ഒരു വലിയൊരു ഘോഷയാത്ര തന്നെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ്. സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമാണ്. ഇങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുക, വളരെ നല്ലതാണ്. ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം എപ്പോഴും ജപിക്കുക, ഭഗവാന് തൃക്കൈവെണ്ണയോ ഭാഗ്യസൂത്രോ ഇതൊക്കെ വ്യാഴാഴ്ച ദിവസം നടത്തുന്നതും നല്ലത് തന്നെയായിരിക്കും. വേറെ വലിയ ദോഷങ്ങളൊന്നുമില്ല. നേട്ടങ്ങളുണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, നമുക്ക് വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും, ഒരുപാട് ഉയരങ്ങളിൽ എത്തുവാനും സാധിക്കും. മനോഹരമായ ഒരു വർഷക്കാലഘട്ടമായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ തടസ്സങ്ങളുണ്ടാകും, ആ തടസ്സങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. ഈ തടസ്സങ്ങളെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ പരിഹാരം ചെയ്യുന്നു, എന്നിട്ടും നമുക്ക് പ്രശ്നങ്ങൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ജാതകം നോക്കുക. ജാതകത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക, ദശാപഹാരം മനസ്സിലാക്കുക, എന്നിട്ട് ജാതകഫലം ഒന്ന് നോക്കുക. വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷം അവിടെയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുക തന്നെ ചെയ്യും. കൂടാതെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി നിങ്ങൾ ഈയൊരു സമയത്ത് ശ്രീകൃഷ്ണസ്വാമിയുടെ സഹസ്രനാമം എപ്പോഴും ജപിക്കും. ഇപ്പം നാമം ജപിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉണ്ട്, യൂട്യൂബിലൊക്കെ ഉള്ളതാണ്. സഹസ്രനാമം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, എപ്പോഴും കേൾക്കുക. രാവിലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഭഗവാന്റെ നാമമെല്ലാം കേട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാകും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സ്, അതായത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും എന്തെല്ലാം നമ്മളൊന്ന് രേഖപ്പെടുത്തുക. നമുക്ക് അത് മുഖാന്തരം എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തും. അത് കമൻറ്റ് ബോക്സിൽ പേര് വന്നാൽ മാത്രമേ നമുക്ക് എടുക്കുകയുള്ളൂ. ആ ഒരു ഇതിൽ പേര് നക്ഷത്രം എഴുതി അയച്ചു കഴിഞ്ഞാൽ നമ്മളത് പേര് ഉൾപ്പെടുത്തുകയും സന്തോഷകരമായി അതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൂജ നടത്തുകയും ചെയ്യും. നിങ്ങൾക്കും അതിലുള്ളൊരു സന്തോഷം വരുന്നു. ഒരു 10% ഒരു മാറ്റമെങ്കിലും നമ്മുടെ പൂജ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ നമ്മുടെ സന്തോഷം. അതിനുവേണ്ടി കൃത്യമായി പേര് നക്ഷത്രം രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുകയും നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും. വർഷഫലത്തിൽ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടുതലും ഞാൻ പറയുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങളാണ്. കാരണം ഗുണഫലങ്ങൾ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് നേട്ടങ്ങൾ വരുന്നു, സൗഭാഗ്യം വരുന്നു, രാജയോഗങ്ങൾ വരുന്നു, സന്തോഷവും സമൃദ്ധിയും വന്നു ചേരുന്നു എന്നെല്ലാം. എല്ലാം വരട്ടെ, സന്തോഷം തന്നെയാണ്. എന്നാൽ അതിനോടൊപ്പം ദോഷഫലങ്ങളും വരുന്നുണ്ട്. പ്രേക്ഷകരുടെ സന്തോഷത്തിനും അവരുടെ മനസ്സമാധാനത്തിനും വേണ്ടി എല്ലാവരും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുമ്പോൾ നെഗറ്റീവായ കാര്യവും അതിനോടൊപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേ അനുഭവമായിരിക്കില്ല. കുറച്ച് വ്യക്തികളെ എടുക്കുകയാണെങ്കിൽ അതിൽ പകുതിയിൽ കൂടുതൽ പേരും ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരായിരിക്കും. അതിനുള്ള കാരണം എന്താണ്, വരാൻ പോകുന്ന ദോഷങ്ങൾ എന്തെല്ലാമാണ്, കൃത്യമായിട്ടും ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. വരാൻ പോകുന്ന ദോഷങ്ങൾ, അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ സന്തോഷം എത്ര തന്നെ വന്നാലും ഒരു ചെറിയൊരു ദുഃഖം വന്നാൽ അതായിരിക്കും ഏറ്റവും വലിയൊരു പ്രശ്നം. നമുക്കറിയാവുന്നത് തന്നെയാണ്, സന്തോഷമുണ്ടെങ്കിൽ ഒരിക്കലും അമ്പലത്തിൽ നിന്നും പോവുകയില്ല. ചെറിയൊരു പ്രശ്നമോ ദുഃഖമോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ
പിന്നെ രാവിലെയും വൈകുന്നേരം അമ്പലത്തിൽ പോയി തൊഴുന്നതാണ് നമ്മളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് അതിൻ്റെ പരിഹാരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഇവിടെ കൂടുതലും ബാധിക്കാൻ പോകുന്നത് കുടുംബജീവിതത്തിൽ തന്നെയാണ്, ദാമ്പത്തിക ജീവിതത്തിൽ. അപ്പോൾ പ്രണയിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പ്രണയപരാജയം ഉറപ്പായും ഈ ഒരു വർഷത്തിലുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരം, അഭിപ്രായ വ്യത്യാസങ്ങൾ, സന്തോഷമില്ലായ്മ, അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ. നല്ല രീതിയിൽ പ്രണയിക്കുന്ന വ്യക്തികളായിരിക്കും, ചിലപ്പോൾ 5-10 വർഷം പ്രണയിച്ച വ്യക്തികളായിരിക്കും. ഈ ഒരു സമയമാകുമ്പോൾ പിരിയുന്നു, അകലുന്നു, സന്തോഷമില്ലാത്ത ജീവിതം അനുഭവിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ പ്രണയിക്കുന്നവർക്ക് വളരെ മോശം അവസ്ഥയിലുള്ള ഒരു വർഷമാണ് ഈ 2026 വന്നിരിക്കുന്നത്. പ്രണയ പരാജയമാണ് കൂടുതലും കാണുന്നത്. ദാമ്പത്തിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, തടസ്സങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, സന്തോഷകരമായിട്ടൊരു കുടുംബജീവിതം ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല. ഭാര്യ ഭർത്താക്കൾ നമ്മൾ പിരിയുന്നു, അകലുന്നു. ഇനി പിരിഞ്ഞ് താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും പിരിയേണ്ട അവസ്ഥയിലോട്ട് പോകുന്നു. അകലുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. രണ്ടുപേരും 2 വീടുകളിലോ അല്ലെങ്കിൽ 2 റൂമുകളിലോ അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്നൊരവസ്ഥയിലൊക്കെ എത്തിച്ചേരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. നല്ല രീതിയിലൊരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഒരുപാട് നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും. ഇല്ലാത്ത പക്ഷം നമുക്ക് തന്നെയാണ് നഷ്ടങ്ങളും പരാജയങ്ങളും തടസ്സങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്നും അഭിപ്രായ വ്യത്യാസം തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ സാമ്പത്തികപരമായിട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ നേരിടുന്നത്. അപ്പോൾ ഭർത്താവിനോട് ഭാര്യ സാമ്പത്തികം ചോദിക്കുന്നു, ഭാര്യയുടെ ഭർത്താവ് സാമ്പത്തികം ചോദിക്കുന്നു, പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു, ജീവിതത്തിൽ സമാധാനമില്ലാത്തൊരവസ്ഥയൊക്കെ വരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ പ്രാർത്ഥന, ക്ഷേത്രദർശനം, അതിൻ്റേതായ പരിഹാരങ്ങൾ പറയുന്നത്, അത് പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ എനിക്കൊന്നുകൊണ്ട് ഒരു 50% നമുക്കൊരു മാറ്റം വരുത്താൻ സാധിക്കും, നേട്ടം വരുത്താൻ സാധിക്കും, വിജയം വരുത്തുവാൻ സാധിക്കും, സന്തോഷകരമായ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെ കൂടുതലായി കാണുന്നുണ്ട്. അവരുടെ വസ്തു, വീട്, ഈ കാര്യത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ആഭരണങ്ങൾ കളഞ്ഞു പോകുകയോ നഷ്ടം വരികയോ കൈമോശം വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഭക്ഷണസുഖം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അവിടെയും ഒന്ന് സൂക്ഷിക്കുക. അത് ഒരു ദിവസമല്ല, ഒരു വർഷക്കാലം എപ്പോഴെങ്കിലും ഇങ്ങനെ വരാം. നിങ്ങളിപ്പോൾ ആഗ്രഹിക്കും അവിടെ പോയിരുന്നെങ്കിൽ ഇന്ന് ആഹാരം കഴിക്കാമെന്ന്, പക്ഷെ അതൊന്നും കിട്ടാത്തൊരവസ്ഥ. ഇതൊന്നും വലിയൊരു കാര്യമല്ല, പക്ഷേ ആഹാരം പോലും കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് മുൻകരുതൽ എടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. നമ്മൾ ജീവിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നത് ആഹാരത്തിന് വേണ്ടി തന്നെയാണ്. നമ്മൾ വെറുതെ വാങ്ങിച്ച് പാഴാക്കി കളയുന്നു. എന്നാൽ നമ്മൾ പാഴാക്കി കളയുന്നതിൻ്റെ 10-1% സാമ്പത്തികം ഒരാൾക്കുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ ആഹാരം കഴിച്ച് ജീവിതം മുന്നോട്ട് പോയേനെ. അപ്പോൾ പലരും ഞാൻ ഈ കാര്യമൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒരു കാര്യമാണോ, ഇതൊക്കെയാണോ വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിക്കാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. വിശപ്പ് അത് അനുഭവിച്ചതിന് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഭക്ഷണം ലഭിക്കുവാൻ സാധ്യത കുറവായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. ചിലപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും കയ്യിലുണ്ടായിരിക്കും, എന്നാൽ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് കുടിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുകയില്ല. അങ്ങനെയാണ് പലരെയും നമ്മൾ കണ്ടുണ്ട്. നമ്മുടെ കൺമുന്നിൽ തന്നെ പലരുടെ അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. എടുത്തുചാട്ടവും സംസാരവും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നൃത്തം, സംഗീതം ഈ മേഖലയിൽ പഠിക്കുന്നവർക്ക് തടസ്സം വരാം. ജോലി ചെയ്യുന്നവർക്ക് അവർക്കും തടസ്സം വരാം. ഇപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകളായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നവർക്ക് ക്ലാസ്സിൽ പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. അത് സംഗീതമായാലും ശരി, നൃത്തമായാലും ശരി, 2 മേഖലയിലും തടസ്സങ്ങൾ കാണുന്നുണ്ട്. സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക. കാര്യതടസ്സങ്ങൾ പറയേണ്ടല്ലോ, പുറകെ തന്നെയുണ്ട്. അതിനോടൊപ്പം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് വളരെ ദോഷമായ സമയം, വളരെ മോശ സമയമാണ്. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് സന്തോഷകരമായ രീതിയിലൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, കാര്യതടസ്സങ്ങളുണ്ടാകുന്നു, സംസാരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു, സാമ്പത്തിക പ്രതിസന്ധികൾ വന്നു ചേരുന്നു, വീട്ടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, വീട് വാങ്ങാനോ അല്ലെങ്കിൽ വിൽക്കാനോ നോക്കുമ്പോഴേക്കും നടക്കാത്ത ഒരവസ്ഥ വരുന്നു, സാമ്പത്തികം അവിടെയും നഷ്ടത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട്.
ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുതലായി കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ട് നഷ്ടങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. രോഗാവസ്ഥകളും മുറിവുകളും ചതവുകളും ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇവയെല്ലാം പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് ബിസിനസ്സിനെ വളരെ വലിയ രീതിയിൽ പിടിച്ച് വിളിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് കാര്യതടസ്സം അത് നമ്മുടെ പിന്നാലെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ ഈയൊരു സമയത്ത് നിങ്ങൾ മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുക, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാൻ നമ്മളാൽ കഴിയുന്ന വഴിപാടുകളെല്ലാം നടത്തുക. യഥാശക്തി വഴിപാടുകൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മളിലിപ്പോൾ 10 രൂപയുണ്ടോ 10 രൂപയ്ക്ക് എന്തെങ്കിലും ചെയ്യുക, 100 രൂപയുണ്ടോ 100 രൂപയ്ക്ക് ചെയ്യുക, 1000 രൂപയുണ്ടോ 1000 രൂപയ്ക്ക് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് നമുക്ക് ചെയ്യുന്നതാണ് ഏറെ ഉത്തമമായിട്ടുള്ളത്. ഒന്നുമില്ലെങ്കിൽ ഭഗവാന്റെ നാമമെങ്കിലും ജപിക്കുന്നത് നല്ലതാണ്. മുരുകസ്വാമിയുടെ സഹസ്രനാമം അഷ്ടോത്തരമൊക്കെ ജപിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു, തടസ്സങ്ങൾ മാറുന്നു, സന്തോഷവും സമാധാനവും ഐശ്വര്യവുമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ചതയം നക്ഷത്രം. ചതയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടുതലും നിങ്ങളുടെ ദോഷങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾക്ക് നേട്ടവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വിജയങ്ങളും സന്തോഷവും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതവും നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വശത്ത് പരാജയങ്ങളും നഷ്ടങ്ങളും ഒരരികെ നിങ്ങളോടൊപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് എന്നാണ് നമുക്ക് എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഏതെല്ലാം കാര്യത്തിലാണ് നമുക്ക് തടസ്സങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാൻ പോകുന്ന പ്രതിസന്ധികൾ എന്തെല്ലാമാണ് അതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കൃത്യമായിട്ട് വീഡിയോ പൂർണ്ണമായും കാണുക. കാരണം അവസാനം പരിഹാരം പറയുന്നത് ഈ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേട്ടമുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, സമ്പൽ സമൃദ്ധി ഉണ്ടാകും, സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. ഏത് മേഖലയിലായാലും ശരി വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷകാലഘട്ടമാണ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി മുൻകരുതലെടുക്കുക, ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നം തന്നെയാണ്. എന്നും അസുഖം തന്നെയാണ്. എത്ര സമ്പൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഉണ്ടെന്നുണ്ടെങ്കിലും അസുഖത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകുന്നില്ല. അസുഖം നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ട്. അത് പിന്നാലെ നടന്നിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ രോഗാവസ്ഥയിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യപരമായി നല്ല രീതിയിൽ ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വാഹനം ഓടിക്കുന്ന വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു വർഷത്തിൽ ചെറിയ രീതിയിലുള്ളൊരു വാഹന അപകട യോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നഷ്ടം വരുന്നു, പരാജയം വരുന്നു, നിങ്ങൾക്ക് തന്നെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ നിങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്ന ഒരവസ്ഥയിലോട്ട് പോകുന്നു. ചെറിയൊരു ബുദ്ധിമുട്ടാണ് വരാൻ സാധ്യതയുള്ളത്. അതുപോലെ മുറിവുകൾ, ഒടിവുകൾ, ചതവുകൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷകാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സർവ്വ വസ്തുക്കളിലും സർവ്വ കാര്യങ്ങളിലും തടസ്സം. എന്തിട്ട് കാര്യത്തിൽ തുടങ്ങിയാലും തടസ്സം. വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ തടസ്സം, ജോലിയിലാണെങ്കിൽ തടസ്സം, വീട്ടമ്മമാർക്ക് തടസ്സം, വിവാഹത്തിന് തടസ്സം, ജോലിയിൽ തടസ്സം, ബിസിനസ്സിൽ തടസ്സം, എല്ലാ കാര്യത്തിലും തടസ്സം. അപ്പോൾ നല്ല രീതിയിലുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ പറയുന്ന പരിഹാരം ചെയ്യുക. അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. അത് പരിഹാരം ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. ജാതകം പരിശോധിച്ചിട്ട് ജാതകത്തിൽ ഇപ്പോൾ കാണുന്ന ദശാവതാരം എന്താണെന്ന് നോക്കി അതിനുള്ള പരിഹാരം കൂടി ചെയ്തു പോയി കഴിഞ്ഞാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് അപകീർത്തി, അപവാദങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുവാനും കേൾക്കുവാനും സാധ്യത വളരെ കൂടുതലുണ്ട്. വിട്ടേക്കുക, പറയുന്നവർ പറയട്ടെ. ഇത് കഴിഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ ജീവിതം ലഭിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത്. ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു പേടി നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളുടെ ജീവിതം പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷൻ കൂടുകയും ആത്മഹത്യാ പ്രവണത വരെ വന്നു ചേരാനും സാധ്യതയുണ്ട്. വളരെയധികം സൂക്ഷിക്കുക. ചിലപ്പോൾ നിസ്സാര കാര്യത്തിനായിരിക്കും ഓടിപ്പോയി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ടെൻഡൻസി വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ജാതകം തന്നെ, അല്ല ഒരു വർഷക്കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക.
കൃത്യമായിട്ടും ജാതകം പരിശോധിക്കുക. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഒരു നെഗറ്റീവായ അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിലെ ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുക. അതിനനുസരിച്ചും കൂടി ഒന്ന് നിങ്ങൾ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ ഏറെക്കുറെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മാറ്റം വരുന്നു, നേട്ടം വരുന്നു, സന്തോഷകരമായി ജീവിക്കുവാൻ സാധിക്കുന്നു. അത് ജാതകപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്കും ദശാപഹാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. സന്തോഷമുണ്ടാകും, നേട്ടമുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, ഉയർച്ചയുണ്ടാകും. അപ്പോൾ ഇതിനെല്ലാത്തിനും വേണ്ടി വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നേട്ടങ്ങൾ ഉറപ്പായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സന്തോഷത്തോടുകൂടി ജീവിതം നയിക്കുവാൻ വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകളും അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്യുക. നമുക്ക് നഷ്ടങ്ങളും പരാജയങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുക. അവിടെയാണ് നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത്. ജോലിയിൽ പ്രശ്നമുണ്ടാകുന്നു, ബിസിനസ്സിൽ പ്രശ്നമുണ്ടാകുന്നു, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു, ദാമ്പത്തിക ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു, വിവാഹം തടസ്സം വന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായിട്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടാത്ത രീതിയിലുള്ള തടസ്സങ്ങളാണ് ഇവിടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത ഉള്ളതിനാൽ കൃത്യമായി ഓരോ കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധാപൂർവം നോക്കി ചെയ്യുകയും അതിനെതിരായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്കിവിടെ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് നഷ്ടങ്ങളും പരാജയങ്ങളും വരുന്ന സമയം, ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും ഗണപതിക്കൊരു നാളികേരം ഉടയ്ക്കുക. ഏറ്റവും പ്രധാനമാണ് ഗണപതിക്കൊരു നാളികേരം ഉടയ്ക്കുക. അതിനുശേഷം നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുക. നാഗരാജാവ്, നാഗയക്ഷിയമ്മ അല്ലെങ്കിൽ സർപ്പദൈവങ്ങൾ ഈ എല്ലാ ക്ഷേത്രത്തിലും കാണും. അങ്ങനെ പ്രധാനമായിട്ട് അമ്പലമുണ്ടെങ്കിൽ അവിടെ പോവുക. ആയില്യം നാളെ വരുമ്പോഴേക്കും 100 പാൽ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആയില്യ പൂജ നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നിങ്ങളുടെ പക്കനാൾ വരുന്ന ദിവസം സർപ്പദൈവങ്ങൾക്ക് വേണമെങ്കിൽ പൂജയുള്ള സ്ഥലമാണെങ്കിൽ പാൽപ്പായസ വഴിപാട് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗണപതിക്ക് നാളികേരം അടയ്ക്കുകയോ ഗണപതി ഹോമം നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഇതിനോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിന് താഴെ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ് അതൊന്നും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ കൃത്യമായിട്ട് ഫ്രീ ആവുന്ന സമയത്ത് ജാതകം പരിശോധിച്ചിട്ട് അതിൻ്റെ മറുപടി നൽകാം. നമുക്ക് സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും വീഡിയോ പൂർണ്ണമായും കണ്ട് അതിൻ്റെ പരിഹാരം ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പൂരുരുട്ടാതി നക്ഷത്രം, ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ ഒരുപാട് സമ്പൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരു ജീവിതം വന്നു ചേരും. എന്നാൽ അതിനോടൊപ്പം തന്നെ നമുക്ക് നെഗറ്റീവായ അനുഭവങ്ങളും ദോഷങ്ങളും പരിഭവങ്ങളും തടസ്സങ്ങളും വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് കൂടുതൽ വരുന്നത് എന്ന് മനസ്സിലാക്കുക. ദോഷങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഇതിൻ്റെ അവസാനത്തിൽ എൻ്റെ പരിഹാരങ്ങൾ പറയുന്നുണ്ട്. ആ പരിഹാരങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറെക്കുറെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. കാരണം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. പല വീഡിയോയിലും പറയുന്നു നേട്ടങ്ങളും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും രാജയോഗങ്ങളും ഒക്കെ പറയുകയാണ്. പക്ഷേ ഉണ്ടാകും, എല്ലാവർക്കും അത് എത്തിച്ചേരില്ല. പലർക്കും ദോഷങ്ങളും തടസ്സങ്ങളും പ്രശ്നങ്ങളുമാണ്. അപ്പോൾ അവർ ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് അതിൻ്റെ പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. കാരണം സന്തോഷം ജീവിതത്തിൽ വരുന്നത് നല്ലത് തന്നെയാണ്. അതങ്ങ് ഉടനെ മാഞ്ഞു പോകും. എന്നാൽ ദുഃഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മായാൻ ഒരുപാട് സമയമെടുക്കും, നമുക്ക് ഒരുപാട് വേദനകളും ഉണ്ടാക്കും. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കൃത്യമായിട്ടും പൂർണ്ണമായും കണ്ട് അതിനുള്ള പരിഹാരം കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ. ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങളുടെ ഐശ്വര്യം നഷ്ടപ്പെടുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ നമ്മൾ പലരും പറയുന്നത് സർവ്വ ഐശ്വര്യവും വന്നു ചേരുമെന്നൊക്കെ. എന്നാൽ ഇവിടെ സർവ്വ ഐശ്വര്യത്തിനും തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷക്കാലഘട്ടം, ഒരു മങ്ങൽ ജീവിതത്തിൽ. ഈശ്വര അനുഗ്രഹം ഇല്ലാത്ത ഒരു വർഷം, ഈശ്വര അനുഗ്രഹം വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. പലർക്കും ഈ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അയാൾക്കൊരു സ്നേഹം നമ്മളോടുണ്ട്, നമ്മളെ സഹായിക്കും എന്നൊക്കെ. പക്ഷേ സമയമാകുമ്പോഴേക്കും നമ്മളെ പരാജയപ്പെടുത്തുന്ന അവസ്ഥ ഇല്ല എന്ന് പറയുന്നു. ഒരു ദയോ ഒരു സ്നേഹമോ ആത്മാർത്ഥമായിട്ട് നമുക്കില്ല. നമ്മുടെ പിതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി ധനം ചിലവാക്കുന്നു, അതിനുവേണ്ടി നമ്മൾ സമയം ചിലവാക്കുന്നു, ഹോസ്പിറ്റൽ വാസം എന്നിവയെല്ലാം നല്ല രീതിയിൽ കാണുകയാണ്. സൂക്ഷിക്കുക. ഗുരുക്കന്മാരുടെ
അനുഗ്രഹവും ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ്. അവരുടെ അനുഗ്രഹത്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനോ മുൻപോട്ട് പോകുവാനോ എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറുമക്കൾ, നമ്മുടെ മക്കളുടെ മക്കൾ ഇങ്ങനെയുള്ള വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് മാനസികപരമായിട്ടുള്ള തടസ്സങ്ങൾ, അതായത് ടെൻഷൻ ഉണ്ടാകാൻ സാധ്യത, കൂടുതലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, കാര്യം എനിക്കിങ്ങനെ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ടെൻഷനുകൾ വന്നുകൊണ്ടേയിരിക്കും. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ സന്താന ഭാഗ്യം ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാതിരുന്നവർക്കോ വിഷമിച്ചിരുന്നവർക്കോ അല്ലെങ്കിൽ വീണ്ടും ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കോ ഈ ഒരു സമയത്ത് നമ്മൾ പോസിറ്റീവ്, അതായത് നല്ല രീതിയിൽ വരും, ഉയർച്ച ഉണ്ടാകും, അല്ലെങ്കിൽ നല്ലൊരു സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും, നമ്മൾ ആഗ്രഹിച്ച ഒരു ജീവിതം കയ്യിലേക്ക് വരുന്നു എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ അവിടെ ചെറിയൊരു ദുഃഖവും തടസ്സവും ഉണ്ടാകുന്നു. സൂക്ഷിക്കുക. നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളൊക്കെ ആയിരിക്കും. എന്നാൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട വ്യക്തിയും തന്നെയായിരിക്കും. സാത്വിക സ്വഭാവം വരുവാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കും, കൊണ്ട് നടക്കും, പക്ഷെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. മറ്റ് ആ വ്യക്തിയിൽ നിന്നും ഒരു വ്യത്യസ്തത നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ജോലിയിൽ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, അവയെ കടത്തി മുന്നോട്ട് പോകുക. സാമ്പത്തിക പ്രതിസന്ധി വരുന്നുണ്ട്, അവയും നമ്മൾ മറികടക്കുക. അതുകൊണ്ട് ദാമ്പത്തിക ജീവിതത്തിൽ പ്രശ്നങ്ങളും പരിഭവങ്ങളും പ്രതിസന്ധികളും നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും നമുക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനോടൊപ്പം വിവാഹം തടസ്സമാണ്, നല്ല തടസ്സമാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും വിവാഹ തടസ്സങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. രോഗാവസ്ഥ നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള അസുഖം ഉണ്ടെങ്കിൽ അത് വലുതാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ അസുഖമില്ലാത്തവർക്ക് ചെറിയ രീതിയിലുള്ള അസുഖം വരാൻ സാധ്യതയെല്ലാം കാണുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളൊരു വസ്തു, വീട് ഇതെല്ലാം വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെയും പരാജയം, നഷ്ടങ്ങൾ, പതനങ്ങൾ, ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. സംസാരം, മുൻകോപം, എടുത്തുചാട്ടം, ജീവിതത്തിൽ നഷ്ടങ്ങൾ, പരാജയങ്ങൾ ഇത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. വേറെ ഒരു നേട്ടവും നമുക്കവിടെ ഉണ്ടാകുവാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, ഭക്തിപരമായി തീർത്ഥയാത്ര ചെയ്യുക, ഒരുപാട് സ്ഥലങ്ങളിലോട്ട് മുന്നോട്ട് പോവുക, നല്ല രീതിയിലുള്ള ആഹാരം കഴിച്ചൊക്കെ മുന്നോട്ട് പോകുക, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രതീക്ഷയുള്ള വ്യക്തികളായിരിക്കും. എന്നാൽ അതിനൊക്കെ നല്ല രീതിയിൽ തടസ്സങ്ങളും കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റേതായ പരിഹാരം കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ ഏറെക്കുറെ നേട്ടങ്ങളും ഐശ്വര്യവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും എല്ലാം വന്നു ചേരും. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരുടെ കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെ കാര്യം ഒന്ന് മനസ്സിലാക്കുക. അവരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, അതിനുശേഷം മാത്രമേ ഇറങ്ങാവൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് ശത്രുക്കളായി മാറാൻ സാധ്യതയുണ്ട്. അത് വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാർ ശത്രുത, അധ്യാപകർ ശത്രുത, ജോലിയിൽ പോകുന്നവരെങ്കിൽ ബിസിനസ്സിൽ ശത്രുത, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആ ഒരു സ്ഥാപനത്തിലെ വ്യക്തികൾക്ക് നമ്മളോട് ശത്രുത, അങ്ങനെ ശത്രുതയുടെ ഒരു വലിയൊരു ഘോഷയാത്ര തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എൻ്റെ പരിഹാരം എല്ലാം ചെയ്ത് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ സന്തോഷവും സമ്പൽ സമൃദ്ധിയും നേട്ടങ്ങളും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയുള്ളൂ. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന് പരിഹാരമുണ്ട്, പ്രതിസന്ധിയുണ്ട്, നല്ലൊരു മാറ്റമുണ്ടാകും, നേട്ടമുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. വർഷഫലത്തിൽ ഉത്രട്ടാതി നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. കൂടുതലും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ ദോഷഫലങ്ങളാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാവരും പറയുന്നത് പോലെ ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും രാജയോഗങ്ങളും നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. എന്നാൽ എല്ലാവർക്കും അത് ലഭിക്കുകയില്ല. പലർക്കും ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിഭവങ്ങളുമായി ജീവിതം മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളായിരിക്കും. എന്നാൽ ആ വ്യക്തികൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ, ആ വ്യക്തികൾക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകാരം ആയിരിക്കുക തന്നെ ചെയ്യും. കാരണം നമ്മൾക്ക് എല്ലാവർക്കും എപ്പോഴും സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. സങ്കടങ്ങളും പ്രയാസങ്ങളും വരുന്നു. അത് മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിച്ചാൽ, അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുവാൻ സാധിച്ചാൽ, അതിനെതിരായിട്ട് നമുക്ക് നടക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഐശ്വര്യം ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം.
ഈശ്വര അനുഗ്രഹം കുറഞ്ഞു നിൽക്കുന്ന സമയം, ശനിദോഷം ഉള്ള സമയം. അപ്പോൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സങ്ങളാണ് വന്നു ചേരുന്നത്. വിജയിക്കും, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും, സർവ്വ ഐശ്വര്യവും വന്നു ചേരുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും, ഒരുപാട് പ്രയത്നിക്കേണ്ടി വരും. നമ്മൾക്ക് തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്നു, തടസ്സങ്ങൾ. നിങ്ങൾ ജോലിക്കിറങ്ങുന്നു, തടസ്സങ്ങളായിരിക്കും. നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലി ലഭിക്കാത്തൊരവസ്ഥ, കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നഷ്ടങ്ങൾ വരുന്നു, ഈ കെട്ടിടപ്പണിക്കാർ, ഡ്രൈവർമാർ എന്നിങ്ങനെയുള്ള വ്യക്തികൾക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോകുന്നു. മാത്രമല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. നമ്മളോട് മറ്റ് വ്യക്തികൾക്ക് ഒരു ദയയും ഉണ്ടാകുകയില്ല. അവർ മറ്റൊരു പൊസിഷനിൽ കഴിയുകയാണ്, നമ്മൾ അതിനേക്കാളും മോശമായ രീതിയിൽ കഴിയുന്നു എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും നമ്മളോട് കാണിക്കുന്നത്. ഒരു ദയയോ അനുകമ്പയോ ഇല്ലാതെ നമ്മളോട് പെരുമാറുന്നു. അതായത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരും കൂടെ നിൽക്കുകയില്ല, ഒറ്റയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യുക, ഒറ്റയ്ക്ക് അനുഭവിക്കുക, ഒറ്റയ്ക്ക് നേരിടുക, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. പിതാവോ അല്ലെങ്കിൽ പിതാവിൻ്റെ ബന്ധുക്കളിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടി ധനം ചിലവാക്കുന്ന ഒരവസ്ഥയും നമുക്കിവിടെ കാണുന്നുണ്ട്. ഗുരുക്കന്മാരുടെ ഉപദേശപ്രകാരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. സ്ത്രീജനങ്ങൾക്ക് അവർക്ക് ഈ ഒരു സമയത്ത്, അതായത് ഉത്രട്ടാ നക്ഷത്രപ്പെട്ട സ്ത്രീജനങ്ങളാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. പേരുദോഷങ്ങളും അപവാദങ്ങളും കേൾക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങളുടെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് ഈ സ്ത്രീകളായ വ്യക്തികൾ, അവർ ജോലി ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ കുടുംബിനികളാകാം, അതുമാത്രമല്ല വിദ്യാർത്ഥികളാകാം. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ ചില പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള പെരുമാറ്റം വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. കാരണം നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്കൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന് ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലത് തന്നെയായിരിക്കും. ധാരാളം തടസ്സങ്ങളാണ് നമ്മുടെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ധനപരമായിട്ടുള്ള പല തടസ്സങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. സ്വഭാവപരമായിട്ട്, അതായത് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്കെതിരെ മോശം പ്രചാരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ മുഖാന്തരമായിരിക്കും പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. കൂടെ ഉണ്ടാകും, കൂട്ടായിരിക്കുമെന്നൊക്കെ വിചാരിക്കുന്ന സുഹൃത്തുക്കൾ തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കളായി മാറുകയും നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുവാനും സാധ്യത ഉണ്ടാകുന്നത്. കാര്യതടസ്സങ്ങൾ കൂടെ തന്നെയുണ്ട്. വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾക്ക് പരാജയങ്ങളോ നഷ്ടങ്ങളോ വരാൻ സാധ്യത. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ, വിദേശ ജോലിക്ക് തടസ്സങ്ങൾ, വിദേശത്ത് വിദ്യാഭ്യാസത്തിന് ഇറങ്ങുന്നവർക്ക് തടസ്സങ്ങൾ, അവിടെ നിൽക്കുന്നവർക്ക് തിരിച്ച് നാട്ടിലോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നൊരു ബുദ്ധിമുട്ടൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക, തടസ്സങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഈ ഒരു വർഷത്തേക്ക് സ്ഥാനമാറ്റം അല്ലെങ്കിൽ മറ്റൊരു ജോലിയിലോട്ട് കയറുക, മറ്റൊരു ബിസിനസ് ചെയ്യുക, ഇവയൊന്നും ചെയ്യാതിരിക്കുന്നത് നല്ലതായിരിക്കും. സംസാരം, എടുത്തുചാട്ടം, മുൻകോപം ഇതെല്ലാം നിയന്ത്രിക്കുക. അല്ലെങ്കിൽ നമുക്ക് അതിനേക്കാൾ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. വീട്, വസ്തു ഇവ വാങ്ങുവാനോ വിൽക്കുവാനോ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ അവയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ കൂടുതലായി കാണുന്നുണ്ട്, അത് നിയന്ത്രിക്കുന്നത് നല്ലതാണ്. വാഹനങ്ങളുടെ ഒരു ഉപയോഗം വളരെ സൂക്ഷിക്കുക. ചെറിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ആരോഗ്യ പ്രശ്നം ഉണ്ടാകാം, ഉദര സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകാം, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകാം. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതായിരിക്കും. പ്രണയിക്കുന്നവർക്ക് പരാജയങ്ങളും നഷ്ടങ്ങളും അപവാദങ്ങളും കേൾക്കേണ്ടി വരും. അപ്പോൾ പ്രണയ പരാജയം ഈ ഒരു വർഷത്തെ സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർ സൂക്ഷിക്കുക. അതിനോടൊപ്പം തന്നെയാണ് വിവാഹത്തിന് തടസ്സങ്ങൾ വരാൻ അവിടെയും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വിവാഹ തടസ്സങ്ങൾ, എൻഗേജ്മെൻറ്റ് വരെ കഴിഞ്ഞ വിവാഹം മുടങ്ങേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചേരുന്നു. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ദാമ്പത്തിക പ്രശ്നങ്ങൾ, സന്തോഷമില്ലായ്മ, സമാധാനമില്ലായ്മ, എന്നും വഴക്ക്, അഭിപ്രായ വ്യത്യാസം, ഒരു സുഖസൗകര്യങ്ങളും ഇല്ലാത്ത രീതിയിലുള്ള ജീവിതം മുന്നോട്ട് നയിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ എടുത്തുചാട്ടവും ബുദ്ധിമുട്ടും എല്ലാം നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. സാമ്പത്തികപരമായി നല്ലൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകും. ചില പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമ്മളൊന്ന് താഴോട്ട് പോയിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു വരും, നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകും. അപ്പോൾ ഇത്രയും ദോഷങ്ങൾ ഈ ഒരു വർഷം നിങ്ങളെ തേടിയെത്തുന്നത് കൊണ്ട് സൂക്ഷിക്കുക. ഈ ഒരു സമയത്ത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക.
അതിനോടൊപ്പം തന്നെയാണ് നിങ്ങൾ ഭഗവാന്റെ സഹസ്രനാമോ അല്ലെങ്കിൽ അഷ്ടോത്തരമൊക്കെ ജപിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു വർഷം തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയും ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റം വരുന്നില്ല, നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോഴത്തെ ദശാവഹാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം കൂടി ചെയ്തു പോയി കഴിഞ്ഞാൽ ഏറെക്കുറെ നല്ലൊരു മാറ്റമുണ്ടാകും. സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കും. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി. കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടും എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടക്കുന്ന ഒരു കാര്യസിദ്ധി പൂജയുണ്ട്. ആ പൂജയിൽ നിങ്ങളുടെ പേരുന്നാൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ളൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു, ഒരു നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുന്നു, സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നു. അതിനുവേണ്ടിയാണ് കൃത്യമായിട്ട് പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറെക്കുറെ നല്ല രീതിയിൽ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. 2026 വർഷഫലത്തിൽ രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കൂടുതലും പറയുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങളായിരിക്കും. കാരണം ഗുണഫലങ്ങളേറെ നിങ്ങളുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. സന്തോഷവും ഐശ്വര്യവും നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങളെ തേടി വരുമ്പോൾ ഒരു മറുഭാഗത്ത് അതൊരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ടെന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് സന്തോഷങ്ങൾ വന്നു ചേരുന്നതിനൊപ്പം തന്നെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വരികയും ചെയ്യും. അപ്പോൾ പലരും ഇത് മറച്ചു വയ്ക്കുകയാണ്. കാരണം പ്രേക്ഷകരുടെ സന്തോഷം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഈ ദോഷഫലങ്ങൾ പറയുന്നില്ല, നേട്ടങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. ഇവിടെ പ്രേക്ഷകർ വീഡിയോ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമല്ല, ജീവിതത്തിൽ അവർ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് മുൻകൂട്ടി കണ്ട് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുകയും മുൻകരുതലെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തടസ്സങ്ങൾ ഏറെക്കുറെ നമുക്ക് മാറ്റി ജീവിതം സന്തോഷകരമായി മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി കൂടുതലും നെഗറ്റീവായ അനുഭവങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മുൻകരുതലെടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. നഷ്ടങ്ങളും പരാജയങ്ങളും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും അത് വിജയിക്കാൻ പറ്റാത്തൊരവസ്ഥ, ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ തകർന്നു പോകുന്നൊരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. നഷ്ടങ്ങൾ മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പരാജയങ്ങൾ, കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് പരാജയങ്ങൾ, വിദ്യാർത്ഥികൾക്ക് പരാജയം, മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ശാപം പോലെ, ഒരു പാപം ചെയ്തതുപോലെ അവരുടെ പിന്നാലെ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ചിലവിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു നിയന്ത്രണവും ഉണ്ടാകുന്നില്ല. ചിലവുകളുടെ ഒരു കൂമ്പാരം തന്നെ ജീവിതത്തിൽ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. കഠിനമായ ആരോഗ്യ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ചായിരിക്കും ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. വീഴ്ചകൾ, നഷ്ടങ്ങൾ, അപവാദങ്ങൾ, അപമാനങ്ങൾ ഇവയെല്ലാം നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല ആരോഗ്യ പ്രശ്നം നല്ല രീതിയിൽ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധാപൂർവം ഓരോ കാര്യവും കൈകാര്യം ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുക. ജോലിയിലും ബിസിനസ്സിലും തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, സന്തോഷമില്ലാത്തൊരവസ്ഥ, സാമ്പത്തികപരമായിട്ട് നല്ല ബുദ്ധിമുട്ട് ജീവിതത്തിൽ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. കുടുംബജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ എന്നും അഭിപ്രായ വ്യത്യാസം, എത്ര പറഞ്ഞാലും ആ ഒരു വിഷയം അവർക്ക് മനസ്സിലാകുന്നില്ല. ഒന്നല്ലെങ്കിൽ ഭാര്യ ഭർത്താവുമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോടാണെങ്കിലും എന്നും അഭിപ്രായ വ്യത്യാസം തന്നെയാണ്. അത് പിരിയുവാനും അകലുവാനും അകൽച്ചയിലോട്ട് പോകുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. മാത്രമല്ല വിവാഹം വളരെയധികം ലേറ്റാകുന്നു. വിവാഹത്തിന് എൻഗേജ്മെൻറ്റ് വരെ കഴിഞ്ഞത് മുടങ്ങാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. സന്തോഷകരമായി മുന്നോട്ട് നയിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥയിലൂടെയാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. രോഗാവസ്ഥയ്ക്കുള്ള സാധ്യതയുണ്ട്. രോഗാവസ്ഥ കൂടുതലായി കാണുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ ടെൻഷൻ മുഖാന്തരം നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് നയിക്കാം. കാരണം ടെൻഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ അതാണ് കൂടുതൽ ആരോഗ്യ പ്രശ്നം. ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ രീതിയിൽ ബാധിക്കാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വാഹന സംബന്ധമായ നഷ്ടം, വാഹനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് നിത്യവും ജോലി ഇല്ലാത്തൊരവസ്ഥ, ഇതൊക്കെ കാണുന്നുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ കൂടുതലായി കാണുന്നുണ്ട്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ്. വീട്, വസ്തു ഇവ വിൽക്കുകയാണെങ്കിൽ വില നമുക്ക് വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ. എന്നാൽ വാങ്ങാൻ പോവുകയാണെങ്കിൽ വില നമുക്ക് കൂടുതലായി ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ കാര്യത്തിലെല്ലാം ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. സംസാരം, എടുത്തുചാട്ടം, മുൻകോപം ഇതെല്ലാം നിയന്ത്രിക്കുക. സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസപരമായിട്ട്
നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് വലിയ വലിയ നഷ്ടങ്ങളായിരിക്കും. അവയും ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക. കാര്യതടസ്സങ്ങൾ കൂടെ തന്നെ ഉണ്ട്. സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കുന്നില്ല. വിദേശ ജോലിക്കോ വിദേശവാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അവിടെയും നഷ്ടം തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് കൂടുതലും പാർവതി ദേവി, അതായത് നമ്മുടെ ആദിപരാശക്തി എന്നൊക്കെ പറയുന്ന ഒരു പാർവതി ദേവിയെ അല്ലെങ്കിൽ ദുർഗാദേവിയൊക്കെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ദേവിയുടെ നാമം ജപിക്കുക, ദേവി ക്ഷേത്ര ദർശനം നടത്തുക. ആത്മാർത്ഥമായിട്ട് ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നേട്ടങ്ങളും ഉയർച്ചയും ഇതെല്ലാം വന്നു ചേരുന്നു. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ വേണ്ടി ഈ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിട്ടും സന്തോഷം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിൽ ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ പരിഹാരം കൂടി ചെയ്തു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും, നേട്ടം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, ഐശ്വര്യമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. എന്നിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്, നിങ്ങളുടെ പേരും നക്ഷത്രവും കൂടി ചേർത്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാനത് എല്ലാ മാസവും നടക്കാറുള്ള പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി ആ ഒരു പൂജയിലൂടെ ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായാൽ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷവും സമാധാനം ഐശ്വര്യപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് പൂജ ആദി കാര്യങ്ങളിലേക്ക് വേണ്ടിയുള്ള പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉറപ്പായിട്ടൊരു മാറ്റം വരും, നല്ലൊരു ജീവിതത്തിൽ വരികയുള്ളൂ.